ഹലോ മച്ചാമാരെ, അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ എതിർ ടീമില്ല ഈ 6 സെക്കൻഡ് ലൈറ്റ് ഗൗതം എന്ന് പറയുന്നവനാണെങ്കിൽ സെക്കൻഡ് ലൈറ്റ് പ്ലെയർ ആണ്. സീസൺ 2 എലൈറ്റ് പാസ് പ്ലെയർ ആണ്. അപ്പോൾ അവനെ നമ്മൾ ഓൾഡ് ഫസ്റ്റ് വൺ പിടിച്ച് ഒരു വട്ടം പ്ലക്കി ക്ലാഷ് കോഡ് സ്ട്രൈക്ക് അടിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും വന്നവനാണ് അവൻ. വീണ്ടും അവനെ പ്ലക്കിയുടെ കില്ലി വെഞ്ചാകല്ലേ അവനെ സെക്കൻഡ് യൂട്യൂബ് മുത്തേ കണ്ടല്ലോ. ഒറിജിനൽ സെക്കൻഡ് ലൈറ്റ് ബാൻഡ്. ഓക്കെ, ഒറിജിനൽ സെക്കൻഡ് ലൈറ്റ് റിട്ടേ വന്ന സാധനമാണെങ്കിലും അത്രയും കുറച്ച് ഓൾഡല്ലേ അവൻ. പിന്നെ പിടിച്ച് നമ്മുടെ ഓൾഡ് ഫസ്റ്റ് വൺ പ്ലക്കുന്ന നോക്കിയേ, എന്താ രസമല്ലേ, അതൊക്കെ വൈബാട്ടോ. കളി എടുത്തറ ചെക്കന്മാര്, ഇമോട്ട് വരെ അടിച്ചു കുത്തി നമ്മൾ. എന്നിട്ട് അവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കണ്ടോ, ഔറാന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് മുത്തേ ഔറ. ഇന്ന് ഫുള്ള് വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഇതുവരെ വോയിസ് റെക്കോർഡ് അങ്ങനെ ഓണാക്കാൻ ഇടുന്നില്ലായിരുന്നു. പിന്നെ നമ്മളിനി ഓണാക്കാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ ടീമിലെ മെയിൻ പ്ലെയറായ ഊൾഫസ്. മച്ചാൻ കുറച്ച് ഇഷ്യാണ് കേട്ടോ. കണ്ട ഫ്ലാഗ് മോട്ടൊക്കെ. പിന്നെ ഇതെന്റെ തേടക്കം ഉണ്ടാ, ഞാൻ തേടക്കോണിലാണെങ്കിൽ ചുമ്മാ കളിക്കാന്ന് വിചാരിച്ച് കയറിയതാ. പ്രവീണൊരു ഹായ് പറഞ്ഞേ സബ്സ്ക്രൈബേഴ്സിനോട്. ഞാനാണെങ്കിൽ എടാ സെക്കൻഡ് ലൈറ്റൊക്കെ ചത്തോടാ. സെക്കൻഡ് ലൈറ്റൊക്കെ വെറും ബോട്ട. ഈ സെക്കൻഡ് ലൈറ്റിനൊക്കെ പിടിച്ച് ബായ് വരെ പണി വിടുന്നടാ. ദാ ചത്ത് കിടക്കുന്ന നോക്കിയൊരുത്തൻ. ഇവനൊക്കെ ഏത് ബോട്ടാടാ ഈ സെക്കൻഡ് ലൈറ്റൊക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും നമ്മള്. ഇന്ന് മോനെ ഫുൾ വോയിസ് റെക്കോർഡ് വീഡിയോ. ഏതാ ഒരു 7 ബ്ലഡ് എന്തായാലും 7 എടുത്തിട്ടുണ്ട് ഞാൻ നമ്മളടി. പിന്നെ നമ്മളാണെങ്കിൽ അടുത്ത CS സീസണിലെ ഗ്രാൻഡ് മാസ്റ്റർ റീജിയൻ ടോപ്പ് 1 കയറാൻ നോക്കുന്നതായിരിക്കും. പറ്റുന്ന പോലെ നമ്മൾ കളിക്കും. റീജിയനിൽ ചിലപ്പോൾ നമ്മൾ കയറും, ചിലപ്പോഴല്ല ഉറപ്പായിട്ട് റീജിയനിൽ കയറിയിരിക്കും ടോപ്പ് 1. പിന്നെ ഹാക്കേഴ്സൊക്കെ ഉള്ളതാണ് നമുക്ക് കുറച്ച് പാടുണ്ട്. എന്നാലും 50 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ആക്കിയതാണ്. ആ സമയം നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ജിയോ കാര്യങ്ങളെ കൊടുക്കുന്നതായിരിക്കും. ഫ്രണ്ട് ഒരാളെ കാണുന്നുണ്ട്, നമുക്ക് എന്തായാലും അടിക്കാൻ വിട്ട് നോക്കാം. സ്കോപ്പ് നമ്മൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, 170 ഇട്ടിട്ടുണ്ടെന്ന്. എടാ അവനെ ഡൗൺ ഇട്ടാ. ആള് സോണി കയറിച്ചു. സെക്കൻഡ് ലൈറ്റ് ആണോ? സെക്കൻഡ് ലൈറ്റ് എൻ്റെ പോലെ സെക്കൻഡ് ലൈറ്റൊക്കെ എൻ്റെ ഏതാ പാവാടാ സെക്കൻഡ് ലൈറ്റിലൊക്കെ പിടിച്ച് എൻ്റെ പോലെ എല്ലാവരും അപമാനിക്കുന്നു. വട്ടത്തിൽ നിന്ന് ഫ്രണ്ട് കോച്ചിട് അയ്യേ ബോട്ടൻ. വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും കിട്ടിയവര് കണ്ടോ മുത്തേ. ഇതൊക്കെയാണ് ഔറ. സെക്കൻഡ് ലൈറ്റിനാണ് ഈ പണ്ണെന്നെ വിളിച്ച് 453 കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കള്ള തിജ്ജാല് നമ്മളെ കില്ല് കുമ്മനടിച്ച് കളി ജയിച്ചു നമ്മൾ. സിമ്പിൾ ബൂയ. പ്രവീണ ഞാൻ മറ്റേ കൊല്ലട്ടെ. എടാ അവനെ വിളിക്ക്. ഇതാണ് നമ്മളെ ചെക്കൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ അടിച്ചുതരാം. FF സ്റ്റൈൽ ബയോല് 16 38 72 63 94 ആണ് ചെക്കൻ്റെ ID. അത്യാവശ്യം അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഞത്തിയും ഗൺസ്കിന്നിലാണ് ചെക്കൻ കളി പുഷ് ചെയ്യുന്നത്. വിഷ് ലിസ്റ്റിൽ ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ ചാര, അപ്പൊ നമ്മൾ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ കയറി പോവാണ്. അങ്ങനെ
മച്ചവരെ അപ്പോൾ നമ്മളെ അക്കൗണ്ടിലെ കാര്യങ്ങൾ നമ്മൾ കയറി വന്നിട്ടുണ്ട്. CS ആണ് പുഷിങ്ങടാ. CS എടുക്ക്. അതെ ബ്രോ, നമ്മൾ യൂട്യൂബറാണ് ബ്രോ. പേര് പറഞ്ഞാ സബ്സ്ക്രൈബ് ചെയ്യാം. ബ്രോ ബയോയിലുണ്ട് ബ്രോ. എടാ എല്ലിന്റെ പേര് അടിച്ചു കൊടുക്കണേ അവിടെ. ഓഫിന്റെ എല്ലിന്റെ പകരം അവിടെ വെക്കാം. ബ്രോ മൊത്തം നിക്കട ഇവന്റെ അക്കൗണ്ടും കൂടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ നമ്മള്. ഇതാണ് നമ്മുടെ സ്കോളിപ്പറായിട്ട് വന്ന മെമ്പറുടെ അക്കൗണ്ട്. കണ്ടല്ലോ 59 ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പൊളി അക്കൗണ്ടാണ്. ലെവൽ ഗിൽഡിലെ മെമ്പറാന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ മച്ചാൻ്റെ ഒരു നമ്മള് ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് മച്ചാനെ. നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ സ്റ്റാർട്ട് അടിക്കും. ബിഗ് ഫാൻ എന്നൊക്കെ പറയുന്നു. വാട്ടേ പൈസക്കാരനായി ചെക്കൻ. Free Fire India. എടാ ഗ്ലിച്ച് യൂസേഴ്സ് ആണോ അതോ ഹാക്കറാണോ? ഒന്നിലും ഗ്ലിച്ച് വല്ല ആയിരിക്കും, അല്ലെങ്കിൽ യൂസ്ഡ് ആടാ അന്ന്. പക്ഷെ നല്ലൊരു വല്ല പ്ലെയറിനെ കിട്ടിയത് കുഴപ്പമില്ല. ആദ്യത്തെ കളി തന്നെ മാച്ച് മേക്കിംഗ് അടിച്ചു പോകുന്നു. എടാ ഇനിയിപ്പോ ഒരാളെ വിളിക്കാൻ നോക്കട്ടെ. M7 ഡാർക്ക്. അങ്ങനെ നമ്മൾ മലയാളി. എടാ മലയാളി അല്ലേ പ്രവീണാവ്? മലയാളി അല്ലേ? അപ്പൊ നമ്മുടെ ഫുൾ മലയാളി സ്ക്വാഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എതിർ ടീമിൽ സ്മോക്കി ഒക്കെ ഉണ്ട്. സ്മോക്കി, മിസ്റ്റർ സ്മോക്കി FI, അതേപോലെ സ്പീഡി ഒക്കെ ഉണ്ട്. എന്ന് സ്പീഡി എല്ലാം നമ്മൾ അടിച്ച് കൊലക്കുന്നതായിരിക്കും. ബ്രോ കണ്ടന്റാ ബ്രോ. വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഓക്കെ, നമ്മളെ സുബിൻ ഫസ്റ്റിന് ഡൗൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളാണ് UFC മുട്ടുന്നോണ്ടിരുന്നത് അടിക്കാൻ. അയ്യോ ആരെങ്കിലും ഡൗൺ ഇടാ. ഒരു കുമ്മൻ കിട്ടി, ഒരു കുമ്മൻ അടിച്ചപ്പോൾ എല്ലാവരും വലിയ ഒരു കില്ലി കിട്ടി. സന്തോഷം, കില്ലി കിട്ടിയൊരു സന്തോഷം കണ്ടോ. ഒരു കില്ലിന് സന്തോഷം. 2 കില്ലി കിട്ടി, സന്തോഷം. 2 കുമ്പൻ. അങ്ങനെ നമ്മുടെ സുബിന്റെ കില്ല് കുമ്പൻ അടിച്ച് നമ്മൾ 2 കില്ല് തേടി. ഒരു കില്ല് തേടി. അങ്ങനെ സന്തോഷം. ഇവിടെ അനക്കെ ഇടപെടിയാണോ തെച്ചാലേ? നമ്മുടെ ടീമിലെ സ്നൈപ്പർ ഇട്ട് കളിക്കാൻ അറിയുന്ന ഒരേ നല്ലൊരു പ്ലെയർ ആണ് അവൻ. അതുകൊണ്ട് നമ്മൾ സ്നൈപ്പറൊക്കെ വാങ്ങിച്ചത്. നമ്മളെ പിന്നെ അറിയാലോ, നമ്മൾ പണ്ട് എക്സമേറ്റ് ഗോഡാണ്. എക്സമേറ്റ് കിട്ടോ കണ്ടന്റ് ആക്കാനുള്ള വീട്ടിൽ എക്സമേറ്റ് സെറ്റ് നടി തന്നെ. ഈ പാനൽ എന്താന്ന് നിങ്ങൾ അറിയും. കണ്ടോണ്ണൻ്റെ അടി ചാവാതിരുന്നത്. അത് ക്യാരക്ടറാണവൻ. 3 കുട്ടിച്ചാത്തൻ ക്യാരക്ടർ. നോക്കി 500 HP ഉള്ളവര് 1 കില്ല്, 499 HP ഉള്ളവർ 1 കില്ല്, 135 HP ഉള്ള 1 കില്ല്. അവനേക്കാൾ 1 ഇതുള്ള 1 ഡാമേജ് കൂടുതലുള്ള എനിക്ക് 2 കില്ല്. പാട്ടെ കുമ്മൻ ബ്രോ.
ആൾക്കാരായി നമ്മൾ. എല്ലാവരും പെട്ടെന്ന് സപ്പടിക്കില്ലേ മുത്തേ. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഇടുന്നതായിരിക്കും. 50 സബ്സ്ക്രൈബ് അടിച്ച് ഫസ്റ്റ് ലൈവിൽ തന്നെ ഗീവ് അവേ ആണ്. 50ന്റെ റെഡിയും കോഡ്. അത് 50 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന എന്നോ അന്ന് നമ്മൾ ലൈവ് ഇടുമ്പോൾ എന്നിട്ട് 50ന്റെ റെഡിയും കോഡ് വെച്ച് കൊടുക്കും. നീ ആണെങ്കിൽ ലൈവിൽ കയറിക്കോ. അനക്കാണെങ്കിൽ ചിലപ്പം കിട്ടും. ഒരുത്തണ്ടാവണേ. അടിയോ അടി അടാ നല്ല ഡാമടാവനെ. അടിക്കടിക്കടിക്ക് പറയണേ. വലിച്ച് സ്പീഡ് 3 HP തന്നെ അടിച്ചിട്ട് അവൻ. ഒരടി കൊള്ളിപ്പിച്ചാ മതിയായിരുന്നു റെക്റ്റി. കണ്ടഞ്ഞിടാനുള്ള വീഡിയോ കളിച്ചുകളില്ല. റെക്കോർഡിങ് ഓണാണ് നമ്മൾ. റെഡിയും കോഡ് കൊടുക്കുന്ന അന്ന് എൻ്റെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവർക്കായിരിക്കും നമ്മൾ റെഡിയും കോഡ് കൊടുക്കുന്നത്. എടാ പ്രവീൺ എങ്ങനെ കൊടുക്കും? ലൈവ് വെച്ച് കൊടുക്കുന്നോ അതോ കസ്റ്റമറിൽ ഇട്ട് കൊടുക്കുന്നോ? അടിച്ചോ എന്തര് അതെ അടുത്ത് ഒതുക്കി വെക്കി. അന്ന് നമ്മളൊരു ഡുവോ കസ്റ്റം കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതിനകത്ത് ഒന്നിയിൽ ഞാനും ഈ ഊൾഫസ് ഉണ്ടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അന്ന് ഇവനെ കിട്ടുന്ന ഒരു പ്ലെയറിനോട് ഡുവോ ആയിരിക്കും. യുവമാർ ഫസ്റ്റ് അടിച്ച് ഒറ്റയ്ക്ക് നിന്ന് വൈപ്പാക്കണേ. ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ വൈപ്പാക്കണം. ആ വൈപ്പാകുന്ന ആൾക്ക് ആരാണോ വൈപ്പാക്കുന്നത് അവന്മാരെ ഫസ്റ്റ് യുവമാരെ വൈപ്പാക്കുന്നവന് നമ്മൾ 50 റെഡിയും കൂടെ എടുക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബർ അയക്കുന്നത് നമ്മളെ. എക്സമൈൻ്റെ സാധനം ഓണാക്കി മുത്തേ. അത്രേ ഉള്ളൂ. 2 ബ്രോ. എന്താ ചാറ്റ് സ്കാർ കിട്ടി. സ്കാർ പാത്രമാ 3 നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ആണിത്. For everybody. Thanks. ഭാവിയിൽ എക്സമേറ്റ് ഗോളാവാനുള്ള ഭാവിയുണ്ട് എനിക്ക്. അയ്യോ എൻ്റെ ചിക്കൻ ചത്തു. ഇത് അത്യാവശ്യം ഐക്യ മൂവ്മെന്റ് എന്ന് പറയും. ഒറിയോയിലൊരു കില്ല് കിട്ടി. അവിടെ 2 കില്ല് ഒറിയോ ചുമ്പ. ഒറിയോയിൽ ചുമ്പ കില്ല് കിട്ടിയടാ. അതേതാ അത് കോട്ടായി. ഒറിയോയിൽ എനിക്ക് കില്ല് കിട്ടി മുത്തേ. അത് 2 കില്ല് ചുമ്മാ കിട്ടി. എടാ സുവിൻ്റെ കില്ല് ആരോ കുമ്മൻ അടിച്ച കേട്ടോ. അതിൽ എനിക്ക് പങ്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? പങ്കൊന്നും പാവം. സുബിൻ്റെ കില്ല് ഞാൻ ഒരെണ്ണം കുമ്മൻ അടിച്ചിട്ടേ ഉള്ളൂ. ഹയസ്റ്റ് ഡാമേജ് സുബിനാണ്. ഹയസ്റ്റ് കില്ല് പിന്നെ നൊമ്മാക്കാണ്. ഭാവിയിൽ ഒരു അക്ഷയൊക്കെ സെറ്റായി കാണാൻ ഈ ഓൾഫ് സെറ്റാണ്. സുബിന് ഇഷ്ടമുള്ള ഗണ്ണ് ഏതാണോ അതിലവനൊരാളാക്കാം നമുക്ക്. കോടയൊക്കെ ഇട്ട് ഏവനെങ്കിലും മണ്ട പൊളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ മറ്റേ സാധനമൊക്കെ ഇട്ട് ത്രോണിട്ട് പിടിക്കാൻ പലവരും നോക്കുന്നുണ്ട്. യവനും ഒരു ഏടപുള്ളിൻ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. അവിടെ ഡുവോ കഷ്ടത്തിനകത്ത് ആദ്യം എൻ്റെ 2 ചെക്കന്മാരെ അടിച്ച് വൈപ്പാക്കുന്നവനായിരിക്കേ. പക്ഷെ സ്ട്രീം സ്നൈപ്പ് ചെയ്യാൻ പാടത്തില്ലേ? സ്ട്രീം സ്നൈപ്പ്
കിട്ടി. ബ്രെയിൻ ചത്തു. എടാ ഇറങ്ങി വരുന്ന ഒരുത്തോണ്ട് എസ് പി പ്ലെയർ, അവൻ അടിച്ചോണേ. എടാ ഇവൻ കിടി പോയി കളിക്കണല്ലോ. എംസോണെ അങ്ങോട്ട് നോക്കി അവിടെ ഒരുത്തനുണ്ട്, അവൻ അടിച്ചോണേ. കിട്ടി പൊട്ടിച്ചാലും അവന്മാർക്ക് ഇപ്പൊ എല്ലാ സ്പോട്ടാ. കളി എടുക്കണേ. ഓ കണ്ടന്റ് ആക്കായിരുന്നു പോയി. നമ്മള് കഷ്ട കളി. എടാ ലാസ്റ്റ് 3v3 എടുത്തോണേ. അതല്ലേ 3 കളി 3 ആയില്ലേ. എടാ എക്സമേന് ഇത് ഹാമർ ഇട്ടെ. ഇട്ട് തരേണ്ട അത്രേ ഉള്ളൂ. നമ്മുടെ സ്വന്തം മോള് ഫെസൺ അത്രേ ഉള്ളു. വിളിച്ച വെളിപ്പുറത്ത് എത്ര ചെറുക്കനാണ്. പണ്ടേ സീനാണ് ഇത്. എടാ ഊൾഫെസൺ നത്തിങ് ആണ് സ്കിൻ. ഞാൻ അല്ല ഞാൻ ഇവിടെ ഇരിക്കും. പോട്ടെ ഫോൺ പൊക്കാപാടാ എമ്മണ്ണ ഇർഫാനെ വാടാ ഒന്നോത്ത് പൊക്കടാ. ഗ്ലൂഡ് Help me! Help me! Enemy spot! Enemy spot! അതെന്റെ ലാസ്റ്റ് നമ്മുടെ സുബിൻ മച്ചാന്റെ ഒരു സ്കിഡിൽ അടിയോടെ നമ്മൾ കളി പോയി അടിച്ചു. ഒന്നും പറയാനില്ല. അതിനിടയ്ക്ക് ടോപ്പ് കില്ലർ ആരാ നോക്ക് നിങ്ങൾ. സ്കില്ലും എടുത്തുകൊണ്ട് എടാ സുബിന്റെ ടാബ് നോക്കി മൾട്ടിപ്പിൾ 3 ഹെഡ് ഷോട്ട് ഉണ്ട് കേട്ടാ. എടാ ഒരുത്തനെ വിളിക്ക്. ആ മുത്ത എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കുറേ സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഡിയിൽ മെസ്സേജ് അയച്ചത് കിട്ടും. പക്ഷേ ഐ ഡി ഫ്രണ്ട് റിക്വസ്റ്റ് 20 നോക്കട്ടെടാ. നമ്മുടെ സുബിനെ ഫ്രണ്ടാക്കി. സുബിനെ ഇജിനെ ഫ്രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഐ ഡി ഒന്ന് പറഞ്ഞോട്ടെ. 26 21 63 49 73 02. ഈ ഐ ഡി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യണം. ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടു. നിങ്ങൾ ആ സ്പോണ്ടിൽ ഞാൻ ഫ്രണ്ടാക്കും. നിങ്ങളെ കാണുമ്പോൾ ഊരാണ്. ആര് പോണോ എവിടെ പോകുന്നു? ഞാൻ കളിക്കുന്നു. Free Fire India is set in a virtual... The young Tatsuya knows how to get things done. I eat, I fight, I eat again.
opportunity closes a door, you can just bust that door back open. Head there. Help me! Need equipment. Thanks. My vision reveals all. Help me! Enemy spot! Head there. That's what happens when you meet the business end of my resources here. Thanks. Need equipment. Thanks. Restore equipment for everybody. My vision reveals all. My vision reveals all. That's what happens when you meet the business end of my need equipment. Restore DP for everybody. Quick EP conversion for everybody. Need equipment.
take me? Free Fire India. ബ്രോ എൻ്റെ സബ്സ്ക്രൈബറും അതേപോലെ തന്നെ ഞാനുമാണെന്ന് നമ്മളെ ഓൾ ഫസ്റ്റ് വൺ ഇല്ലാടി ഓൾ ഫസ്റ്റ് വൺ എവർ ടീമിലുണ്ടേ. ഡ്രസ് മാറ്റാൻ പറ്റുമോ? ഇല്ലടാ ഇതിനകത്ത് മാറ്റാൻ പറ്റത്തില്ലടാ. ആ കസ്റ്റമൊക്കെ നിരോധിച്ചു ഫ്രീ ഫയറിൽ തന്നെ. ഗൈസ് പഴയ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന കസ്റ്റമൊക്കെ ഇപ്പോഴും ഉണ്ടോടാ? 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ആദ്യം നമ്മളൊരു ഗീവ് അവേ എടുക്കുക. അത് ലൈവിൽ കസ്റ്റത്തിനകത്ത് വെച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നേ. അതിനകത്ത് ആദ്യം ഒന്നിൽ ചിലപ്പോൾ ഈ സുബിനും കാണുമായിരിക്കടാ. അതിനകത്ത് ഞാൻ 2 സ്ക്വാഡുകൾ ഇറക്കും. ആ 2 സ്ക്വാഡുകളും അല്ലെങ്കിൽ അതിൽ ആ ഫസ്റ്റ് സ്ക്വാഡിൽ ആരാണോ ആ ഫസ്റ്റ് സ്ക്വാഡിനെ വൈപ്പാക്കുന്ന അവനായിരിക്കും റെഡി ഗോൾ. അങ്ങനെ വേണ്ട, വേറെ എന്തെങ്കിലും ചലഞ്ച് വയ്ക്കാം. അല്ല ആദ്യം ഭീമാസക്തി സ്ട്രിപ്പിന്റെ മണ്ടയിൽ ആരാണോ കയറി പറഞ്ഞ അവർക്ക് താഴെ നിന്നിട്ട് കയറി വരണം. ഓ നമുക്ക് ഈ അടി വാങ്ങിക്കണമെന്ന് കാര്യമില്ല മുത്തി. ഞാൻ സബ്സ്ക്രൈബറിന്റെ കളി നോക്കാം. കാര്യം നിങ്ങൾക്ക് അറിയാലോ അവനൊരു അവൻ്റെ അക്കൗണ്ട് കണ്ടാൽ മനസ്സിലാവില്ല മുത്തി. അവൻ ഫ്രീ സ്റ്റൈൽ പ്ലെയറാണ്. ഓ നൈസറാ. ഓ പൊളിച്ചു ആടാ പ്രവീണേ. തെജാല് ഭയങ്കര അടിയാട്ടോ. എടാ വെറൈറ്റി ചലഞ്ച് ചെയ്യണം. കണ്ടോ പിന്നെ മുത്തേ ഗിൽഡ്, നമ്മളെ ഗിൽഡ് സാത്താങ്കോട്ട ഗിൽഡാണ്. നമ്മളെ ഗിൽഡ് റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ട്. നിങ്ങളെ കയറ്റാം ഗിൽഡിൽ കയറണമെങ്കിൽ ആദ്യം ഈ പ്രവീണ കസ്റ്റത്തിനകത്ത് 3 കളി കളിച്ചിരുന്നു. അതായിരിക്കും അവരെ ഫുൾ ഡാമടാ ഫുൾ ഡാമ. ഡൗട്ടൊന്നുമില്ല, ഫെയറാടാ. അത് പൊളിച്ച് എന്റെ സബ്സ്ക്രൈബറിന്റെ ഷോട്ട് പൊളിച്ചു കുത്തി. എന്റെ സബ്സ്ക്രൈബർ കണ്ടോ, എന്റെ സബ്സ്ക്രൈബർ സന്തോഷമായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞാൻ ഒരു സബ്സ്ക്രൈബറിന് ഇത്രയും വലിയ ഒരാളാക്കുന്നതെന്ന്. ഫസ്റ്റ് എൻ്റെ ചാനൽ സ്വന്തമായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ ആദ്യത്തെ സബ്സ്ക്രൈബർ അവനാണ്. അതറിയാമോ? എന്നെ യൂട്യൂബറിന് ആദ്യമായിട്ട് വിളിച്ചത് അവനാണ്. അറിയാമോ? സപ്പോർട്ടിങ് ഇൻ മൈ സബ്സ്ക്രൈബർ. ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഇവനും കൂടെ ഒരു ഗീവ് അവേ നമ്മൾ അന്ന് കൊടുക്കുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് കസ്റ്റം കളിച്ച് പിന്നെ നമ്മളെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നതായിരിക്കട്ടെ. ഇന്ന് റമദാനായിട്ട് നമ്മളെ ഓൾ ഫസ്റ്റ് വണ്ണിന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയങ്ങാണ്ട് പോയി. ഓൾ ഫസ്റ്റ് നമ്മൾ റമദാനായിട്ടൊരു നീല ടീഷർട്ട് വലിയ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടുന്ന ആ ബൈന് ഞാൻ രാവിലെ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ് മുത്തേ റമദാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു പ്ലെയറിന് എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരു ഇമോട്ടോ എന്തെങ്കിലും. നമ്മൾ ഒരു വട്ടം വോൾഫിനെ അടിച്ചിട്ടുണ്ട്. എടാ പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടി കൊണ്ട് നിങ്ങൾ ചാവുമെങ്കിൽ എൻ്റെ കൂടെ കഷ്ടം കളിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ വോൾഫിൻ്റെ കൂടെ കഷ്ടം കളിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ
ഞാൻ അലമ്പാരും ആരും കാണിക്കില്ല കേട്ടോ. ആരും അടിക്കല്ലേ ഈ മാസത്തിൽ സ്റ്റുപ്പിന്റെ അവിടെ. നമ്മ സബ്സ്ക്രൈബർ നേരത്തെ എന്റെ ഈസ് എങ്ങനെ ഉണ്ടായിരുന്നു മുത്ത്? എക്സമേജിലെ എക്സമേജിലുണ്ട് യോമ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രവീണ നീ ഇല്ലേ? വായു എല്ലാം തുറന്ന് പറയടാളിയാവല്ലോ. നെറ്റ് പോകുന്നുണ്ടമ്മ. എല്ലാവരും എന്റെ അടിച്ചിട്ട് ഇനി എന്റെ സബ്സ്ക്രൈബർ അടിക്കുമോ ഇല്ലേ നോക്കാം. സബ്സ്ക്രൈബറെ കാണിക്കടാ. കിട്ടി കാണിച്ച. അയ്യോ കാണിച്ചില്ല. ഇവിടെ ഞാനായിരിക്കും ഭരിക്കണത്. മുത്തേ നമ്മളെ വോൾഫിന് ഈഗോ കയറി. ഈഗോ പക്ഷേ അങ്ങനെ താഴ്ത്തി കാണരുത് നമ്മളെ. എടാ പ്രവീണ ഗിൽഡ് റിക്രൂട്ട്മെന്റിൽ നീ കസ്റ്റ് ഇടുവല്ലോ. കസ്റ്റായിട്ട് കളിച്ചാൽ പോരെ. എടാ 1v2 ഒന്നും എടുക്കണ്ട. ക്രാഫ്റ്റ് ലാൻഡില് ഇവൻ അടിച്ചൊരു 4 കളി. PC പ്ലെയർ ആണെങ്കിൽ 5 കളിയാണ്. PC പ്ലെയർ ആണെങ്കിൽ നമ്മളങ്ങനെ എടുക്കൂല മുത്തേ. കാര്യം നമ്മളെ ടീമിൽ PC പ്ലെയേഴ്സ് അവൻ മൊബൈൽ പ്ലെയർ. PC പ്ലേയേഴ്സിന് മൂവ്മെന്റ് ഒക്കെ ഇടാൻ പറ്റും. മൊബൈൽ പ്ലേയേഴ്സിന് അത് ഇച്ചിരി പാടായിരിക്കും അടിക്കാൻ. അങ്ങനത്തെ വിഷയമുണ്ട്. അല്ലെങ്കിൽ PC പ്ലേയേഴ്സിനെ കയറ്റാം. എന്തായാലും കുഴപ്പമില്ല. കുറെ നിനക്ക് PC പ്ലെയറിനെ പറ്റുമോ കളി അടിക്കാൻ? എനിക്ക് PC പ്ലെയറിനെ ക്രാഫ്റ്റ് ഹാൻഡ് കളിക്കാൻ പറ്റുമോ? എന്തൊരു എടാ സുബിന് നീ PC പ്ലെയറാ? എടാ അതല്ല ഞാൻ ചോദിച്ചത്. നമ്മളെ PC പ്ലേയേഴ്സ് നമ്മളെ ഗിൽഡി കയറുമ്പരേ ബ്രോ ഇവിടെ എടുത്ത് ബ്രോ. അറേ പിന്നെ അടിക്കണ്ട. വാ സുബിനെ കേരള നെറ്റ് പോയിക്കാം. പിന്നെ ഞാനും സുബിനും അത്യാവശ്യം കളിക്കും, ഞാനും അത്യാവശ്യം കളിക്കും. അതുകൊണ്ടാ വോൾഫിന് പറ്റാത്ത. അല്ലെങ്കിൽ നമ്മളെ വോൾഫ് 1v1 പോകുമ്പോൾ നമ്മളെ പ്രോപ്പർ വോൾഫിന്റെ ഭൂത 8 അടിക്ക് പൊട്ടിച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് ലാൻഡില്. അത് ഞാൻ തുറന്നു പറയാം. സുബിൻ ഈഗോ ആണ്. സുബിന്റെ ഈഗോ ആണ്. ഈഗോ സുബിൻ കാണിക്കുമോ അതോ വോൾഫ് കാണിക്കുമോ നോക്കാം. ഞാൻ ഒറ്റ കയറാന്ന് വിചാരിച്ചിനെ. എടാ ഗിൽഡിൽ PC പ്ലേയേഴ്സ് റിക്രൂട്ട്മെന്റിൽ അടിച്ച് കയറുമ്പോൾ നിനക്ക് പറ്റുമല്ലേ കളിക്കാൻ അവരോட കസ്റ്റം? പ്രവീണേ പറ്റുമല്ല കളിക്കാൻ PC പ്ലേയേഴ്സിന്റെ കൂടെ? എടാ PC പ്ലേയേഴ്സ് 5 റൗണ്ട് എടുക്കണേ മുത്തേ. മൊബൈൽ പ്ലേയേഴ്സ് 4 റൗണ്ടും. എടാ പിന്നെ 1v1 ആയോണ്ടാ ഇത്ര റൗണ്ട് എടുക്കേണ്ട. അല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. നമുക്കിനി നമ്മളെ യൂട്യൂബറുകളുടെ കളി കാണാം. യൂട്യൂബർ സീര. എടാ കസ്റ്റത്തിന് ഇവിടെ അടുത്ത കളിയോ? എടാ കുഴപ്പമില്ല കളിയാ. വീഡിയോ ലെങ്ത് ആലേ ഇവിടെ പറ്റാത്തോട്ടെ. അതിൻ്റെ ഇവിടെ ലെങ്ത് ഇടൂലരുത്. കാടെടുത്തത്. എടാ നമ്മൾ സ്റ്റക്ക് അടിക്കാൻ കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. മുത്ത നമ്മളെ ഓൾ ഫസ്റ്റ് വൺ പറയുന്ന 6 റൗണ്ട് എന്നെയും സുബിനെ അടിച്ചിട്ടുണ്ട്. 6 റൗണ്ട് എടുക്കുന്ന എടുത്താ മുത്ത ഓൾഫിന്റെ ഔറ. നീടാ ലൈവില് കേൾക്കുന്നതൊക്കെ വീഡിയോ
സുബിൻ ഓപ്പി സുബിൻ അത്രയുള്ള ആറുണ്ട്. ഇപ്പം എടാ നമ്മളെ ജോക്കറും എടാ കൊമ്പനും കേറി റിക്വസ്റ്റ് ഇട്ടില്ലല്ലോ നമുക്ക്. അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളു മുത്തേ. പ്രവീൺ വിചാരിക്കുന്നുണ്ടോ ഈ ബലറിന്റെ ഒക്കെ? പ്രവീൺ വിചാരിക്കുന്നത് പറയട്ടാ, ഇവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി മനുഷ്യരെ നാളെ കിടത്താനായിട്ട് യൂട്യൂബ് കിട്ടി. യൂട്യൂബർ തലേ തന്നെ പ്രവീൺ അത് വളരെ മോശം. ലൈവിൽ പേരൊന്നും വിളിച്ച് പറയാതെ ഓൾഫ് അത് മതി. പേരിനെ കുറച്ചൊന്നും പറയാതെയാണോ പോയി ലൈവിൽ വെച്ച്? കള്ള യൂട്യൂബറോ ബ്രോ? കള്ള യൂട്യൂബർ അല്ലേ ബ്രോ, സത്യമായ യൂട്യൂബറാണ് ബ്രോ, സത്യമായ യൂട്യൂബർ. നമ്മുടെ ബ്രദർ വി എസ് യൂട്യൂബർ, കള്ള യൂട്യൂബർ വി എസ് ആണോ കള്ള യൂട്യൂബർ? പൊപ്പോ ആരൊക്കെ ലാഗ് അടിക്കല്? കള്ളം പറയുന്നത് ലാഗ്. ഹാക്കർ ആര്? സുബിനെ സാധനം എക്സ്പോസ്റ്റ് ഇടും. സുബിന് സാധനം ഓണാക്കണ്ട. ലൈവല്ല വീഡിയോ ആരെങ്കിലും കണ്ട എന്റെ പോലെ സാധനം തന്നെ സുബിന് ആദ്യം തടിയന്റെ ഫ്രൈറ്റ് തല പിടിച്ച്. അത്രേ ഉള്ളൂ. അടിച്ചു റഷീദ് സുബിൻ വാളിന്റെ അകത്തൂടെ പോകുന്നു. ഓ കിട്ടി സുബിനെ. എടാ അവരെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാണോ കാണുന്നേ? വല്ല വാളയൊക്കെ നല്ല മുത്തേ. ഐഡിയ ഒന്ന് റിപ്പോർട്ട് അടിക്കില്ല കേട്ടോ, പാവം ചെക്കര. CS നിങ്ങൾ ഗെയിം പ്ലേ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഫാനിലായിരുന്നു. ഇല്ല അപ്പൊ ഇതിനകത്ത് ഫാനില്ല, അവരുടെ നെറ്റ് ഇഷ്യൂ. വളരെ എടാ അവന്റെ നെറ്റ് ആകെ പോയിക്ക. നമ്മളെ അതിൻ്റെ ഇടയ്ക്ക് ഓൾഫസ് കൂളായിട്ട് അവനെ അടിച്ചിട്ടു. എൻ്റെ മോനെ വിഷയം തന്നെ. പിന്നെ അടുത്താണെങ്കിൽ അവിടെ കള്ള യൂട്യൂബറിന് അടി അടിക്കാൻ പോകുന്നത്. കള്ള യൂട്യൂബർ ഒന്ന് അടിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബർ നമ്മളെ ഓൾഫസ് അടിച്ചാലേ അങ്ങ് അതെന്താ ഓൾഫസ് അങ്ങനെ കുത്തിന്റെ സൗണ്ടൊക്കെ കുത്തിയ ആ UMB ഒക്കെ അത് മോശം. അത് വളരെ മോശം. അത് സാധനം വോൾഫ് സാധനം. അയ്യോ അവരെങ്ങനെ അതടിച്ചേ? ഞാൻ പോലും അറിഞ്ഞില്ല. അതിന്റെ പൂ പോലെ അടിച്ചിട്ടാ പറയുന്നില്ലായിരുന്നു. സുബിൻ ആടാ അത് തലേന്നത് വെച്ചു കൊടുത്താൽ പേര് പറയാതെടാ അവൻ്റെ വോൾഫെന്ന് പറ. അവൻ കണ്ണെടുക്കാൻ പോയടാ. അവൻ അടിച്ചതുണ്ടല്ലോ യൂട്യൂബർ പോടാ. നീ വളരെ മോശം. സുബിനെ സാധനം ഓണാക്കി അടിച്ചാണ്. സാധനം ഓണാക്കാവനും സാധനം ഓണാക്കി എന്തോ പറയണ അടിച്ചില്ല. ഒന്നും പറ്റില്ല അവന്. അത് കുറച്ച് മോശം കേട്ടോ. കുത്തൊക്കെ ഇടക്കിടക്ക് അവള് ഓൾഫസ് കുത്തുന്നുണ്ട്. അതറിയില്ല. 70 ശരിയല്ല കേട്ടോ, വളരെ മോശം. അതൊക്കെ അത്രേ ഉള്ളു. പോടാ എടീറ്റ് അതൊക്കെ കൂട്ട് അതെന്തുവാ നീ 2v1 കളിക്കാൻ നീ പറഞ്ഞില്ല ഒരാളായിട്ട് വരണമെന്ന്. എന്റെ അടുത്ത് ചെറിയ നിക്കരുത്. ഗെയിമിന്റെ ഓണാക്കിയ പിന്നെ നീ ടീം
ബ്രോ ഗൺസ്കിൻ നത്തിങ് ബ്രോ അതിന് അടുത്താളെ ആര് കളിക്കുന്നത്? ഞാൻ അടുത്താളെ CS കളിക്കാം. നമുക്ക് എനിക്ക് കളിക്കാം. ഈ കളി നീ എടുക്കും എടാ അടുത്താളെ CS കളിക്കട്ടെ. ഈ കളി തന്നെ ഞാൻ പറഞ്ഞേ പാന്റ് പോലെ അടിക്കാം. അയ്യോ അത് കുത്തിപ്പിടി അത് മോശട്ടോ. അത് മോശട്ടോ കുത്തിപ്പിടി. ആരോ പ്രവീണത്തിലുള്ള കൊടുക്കാന്ന് പറഞ്ഞോട്ട് പറഞ്ഞത് അത് കള്ള യൂട്യൂബർ. ഈ കളി ഇത് തോറ്റ് ഉറപ്പിച്ച്. ഇവ ഡബിള് ബ്രോ യൂട്യൂബർ എന്താ ചുമ്മാതെ? ഞാൻ യൂട്യൂബറിന്റെ അല്ല പിന്നെ തമിഴ് തെലുങ്ക് പച്ച പറയണ്ട പച്ചക്ക്. എടാ സുബിന് അവന്റെ ഗ്രൂപ്പിൽ കയറാ. പള്ളേല് കുത്തു എന്നൊക്കെ പറഞ്ഞ ഉൾഫ് വന്നതേ ഉൾഫിൽ ഓർമ്മയുള്ളൂ. എടാ CS കളിക്കാം. ഇനി എനിക്ക് ഒരു സ്റ്റാറും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കളിക്കാം. എടാ എടുക്ക്. അപ്പൊ ഇതെടുക്കണ്ട. നമ്മളെ ഫ്ലാഷിനെ കണ്ടു കേട്ടോ പള്ളിയിൽ വെച്ച്. ഭയങ്കര മോടാവന് കണ്ട്. ഞാൻ നോക്കിയപ്പോ അവൻ തിരിച്ചു നോക്കിയ പോലും ഇല്ല. ദജ്ജാലി. ആർക്ക് വേണമെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറിന് വേണം, പിന്നെ എൻ്റെ ചങ്ക് കൂട്ടുകാരനും വേണം. 2 പേരുണ്ട്. ഇല്ലടാ ഞാൻ സബ്സ്ക്രൈബർ ഒന്നും അടിച്ചിട്ടോട്ടെ. സുബിനെ പിന്നെ അതിനുശേഷം പ്രവീണിനെ പണ്ടേ നമ്മള് ബ്രദർ എന്നാണ് അടിച്ചിട്ടിരിക്കുന്നത്. ആടെ ഇത് യൂട്യൂബിൽ എടുക്കാനുള്ള വീഡിയോ. ഇത് വലിയ കാര്യമൊന്നുമല്ല കുത്തേ. ഇജ്ജങ്ങ് പറഞ്ഞാൽ മതി. എടാ എന്റെ അവരെ സൂര്യാണ് കയറി കളിച്ചെന്ന് പറഞ്ഞാൽ മതി. കൊള്ളാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബിൽ വീഡിയോ ബൈക്കല്ല ഓടിയില്ല. എന്ത് മണീസാർ ഇജ്ജ് സ്റ്റാർട്ട് ചെയ്തിച്ചാലേ മുത്ത ഇപ്പഴേ ഒരു കാര്യം പറ. ഇത് കണ്ട് ഒരുത്തന് നമ്മളെ ഓൾഫസ് വണ്ണിനെ അപമാനിക്കാനോ അതോ അവനെ വണ്ണി തന്നെ വിളിക്കാനൊന്നും പോവല്ലേ. സ്പോട്ടിൽ കസ്റ്റം കിട്ടിയോ അടിച്ച് പണ്ടേ പൊളിച്ചെടുക്കും. അപ്പൊ എല്ലാം പിന്നെ വായടഞ്ഞ് എല്ലാം വായും പൊത്തി ഇങ്ങനെ ഇരിക്കും. മിണ്ടായിരടാ യൂട്യൂബ് മോശം. CS പുഷിയ നമ്മളെ സബ്സ്ക്രൈബറും ഉണ്ട് ബ്രദറും ഉണ്ട്. എടാ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഭീമാസ് സ്ട്രിപ്പിന്റെ മണ്ടയിൽ ആദ്യം വന്ന് കയറുന്നു. അവൻ നമ്മൾ ആ റെഡിയും കൂടെ അങ്ങ് കൊടുക്കും. ഒന്ന് പോകാൻ പോവുക 30 എയർ ഡ്രോപ്പ് എടുക്കാൻ പൈസ ഇല്ലാത്തവരാണ് 50 റെഡിയും കൂടെ എടുത്ത് കൊടുക്കണം. 30 ഡ്രോപ്പ് എടുത്ത് വരുമ്പോ ഷർട്ട് അയച്ചെന്നല്ലേടാ നീ നേരത്തെ ഇട്ടോണ്ട് കിടന്ന്. കണ്ടാ ഇപ്പൊ നമ്മളൊന്നും വേണ്ട. ആ സമയം അളിയ എടുത്ത് താളിയ ഇങ്ങനെ പറയണവനായിരുന്നു. കണ്ടോ
ഓൾഫീസ് ഭയങ്കര ഓൾഫീസ് പ്രൊഫഷണൽ. ഓ എടാ ഇന്ന് റമാനായിട്ട് ഫുൾ കേട്ടോ. Free Fire India is set in a എടാ മുത്തേ യൂട്യൂബ് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്കൊരു ഫാനും കൂടെ ഇട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. ചൂടെടുക്കണം മനുഷ്യന്. എവിടെ നിന്നൊക്കെ ആവി വേർക്കുന്നു ഞാൻ. വളരെ മോശം. അപ്പുറത്ത് ഒരു കിടിലും പ്ലെയർ ഉണ്ട്. അതാടാ പ്രൈം 4 ആണോ ഇത്? പ്രൈം 4 അക്കൗണ്ട് എടാ. അയ്യോ സ്റ്റാറ്റസ് സ്കില്ല് മാറ്റാൻ മറന്നു തിരിച്ചാലേ നമ്മള്. ഇതോട്ടോട്ട് എങ്ങനെ കളിക്കുന്ന കേട്ടോ സ്കില്ല് എന്തായാലും കയ്യിലിറക്കി ഇട്ടിനാ അത് ഒറിയോണ് ഇടാറുള്ളത്. ആ കിട്ടി കുരിഞ്ഞിരുന്ന് അടിക്കുന്നു കിട്ടി. വളരെ മോശം. എടാ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും വോയിസ് കേൾക്കുന്നുണ്ടോടാ സബ്സ്ക്രൈബറെ? ചെറുതായിട്ട്. ഓ വീട്ടുകാർ ടീ കെട്ടിക്കുന്ന ബുദ്ധി ഞാൻ എന്തോട്ട് ചെയ്യാനാ? ഒരു മണിക്കൂറായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ ലൈവാണ് എന്റെ വീഡിയോ. 1 മണിക്കൂറൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ്. 1 മണിക്കൂറത്തെ വീഡിയോ. എടാ വാഴക്കോ എന്തുവാ അങ്ങനൊക്കെ പറ്റൂ? മിസ്റ്റർ ഓ ഇമോട്ട് ചുമ്മാ എന്തിനാണ് തൊഴിച്ചു പറയണേ? എന്തിന്? അവന് ഞാൻ ഇമോട്ട് തിരിച്ച് ഞാൻ കൊടുത്തിട്ട് സ്ക്വാഡ് ഇമോട്ട് മുത്തേ ഞാൻ MAT സ്കിൻ ഇട്ടിക്കുന്നോണ്ട് പിന്നെ ഈ കളി പൊട്ടാസ് MAT എടുത്ത് കളിക്കാം. എടാ ഈ സുബിന്റെ കാര്യമാണോ നീ പറഞ്ഞേ? പ്രവീണേ ഇതാണ് എന്റെ സ്കൂളിലെ സുബിൻ. കാണിച്ചു തരണേ അവനെ എനിക്ക്. നമ്മളെ സ്കൂളിലല്ലോ കാവൂര്. എടാ ആ കഥയൊന്നും ഇവിടെ പറയാനേ. യൂട്യൂബിൽ വീഡിയോ വരും. നീ ഒന്നും ഇടിച്ചിട്ടുണ്ടോ? ഒന്ന് പോടാ ചൊട്ടക്കണ്ണ. എടാ മിണ്ടായിരിക്കടാ. തള്ളി വിടുന്നതിന് അതിലുണ്ട്. സബ്സ്ക്രൈബർ അടിക്കടാ. ഒരുത്തരടിക്ക് എത്ര പേരെന്നാ പറഞ്ഞത്? 3 പേര്. ട്രിപ്പിൾ കില്ല് അപ്പം. ട്രിപ്പിള് 3 എന്നിട്ടാണ് എന്നെ തുടങ്ങാൻ പറഞ്ഞത്. ഈ മുട്ടച്ചിയെ കാണാൻ പോലും ഇല്ല അടിക്കുന്ന സ്ഥലത്ത്. എന്ത് തേങ്ങയാണാ പറയണേ? ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോഴേ പാല് കുടിക്കേണ്ട സമയമായിരിക്കാണ്. നീ കൂടുതൽ നീ ലാസ്റ്റ് സെന്റ് ഓഫിന്റെ അന്ന് നീ എനിക്ക് കൊണ്ടുവന്ന് ഞാൻ നിന്നെ തലയെ പിടിച്ച് ചെക്കമ്പല്ലേ അടിച്ചു. നീ കൂടുതൽ എന്റെ അടുത്ത് ഇങ്ങോട്ട് കൊണക്കല്ലേ കേട്ടാ? നീ എന്നെ തലയെ പിടിച്ച് ചെവരിലടിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് കരഞ്ഞോണ്ട് പോയത്. എന്റെ തലയെ പിടിച്ച് നീ ചെവരിലടിച്ചുമില്ല, എന്റെ തലയെ പിടിച്ച് ചെവരിലടിച്ചുമില്ല. നീ എന്നെ കൂടെ ആളിനെ പിടിച്ച് തറയിലിട്ട് ഇടിച്ച് അവസാനം എന്റെ അപ്പാന്റെ രീതി നിന്റെ തലയിലും വന്ന് നിനക്കല്ല് നീരായിരുന്നു രൂപയാണ്. നീ കൂടുതൽ കൊണക്കരുത്. ഒരു കാര്യം കണ്ടാറുണ്ട്. യൂട്യൂബ് ചാനലിലല്ല ഇത് വരുവാടാ. എനിക്ക് സ്ട്രൈക്ക് കിട്ടുവാടാ. നിനക്ക് നാണുണ്ടോടാ? പണ്ട് നടന്നിട്ട് പറഞ്ഞൂടാ. അപ്പൊ നിനക്ക് പിന്നെ എന്റെ അത്ര കളിക്കാൻ പറ്റില്ലാത്തൂടെ? ഇപ്പൊ നീയൊക്കെ കളിച്ചാണെങ്കിൽ ഇപ്പൊ റിപ്ലൈ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നിനക്ക് മനസ്സിലാവും കുത്തിപ്പിടിയാണോ വൺപുള്ളൊക്കെയാണോ.
ഓ 1 ബുള്ളറ്റ് ഇല്ലാടെ ചത്ത ഇപ്പൊ അങ്ങനെ നീ അങ്ങനെ പറ പോലെ പോലെ കൊള്ളാം പുതിയ കണ്ടുപിടുത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ അങ്ങനെ നിന്നെ എവിടെ വെച്ച് അങ്ങനെ ഇടിച്ച് നീ എന്റെ വീട്ടിൽ വാ ഓടെ നീ അവിടെ നീ ഇപ്പൊ വേടാ നീ എടാ യൂട്യൂബിലോ അല്ല വീഡിയോ എനിക്ക് സ്ട്രൈക്ക് കിട്ടും. ഞാൻ വന്ന് നിന്നെ വീട്ടിൽ വന്ന് ഞാൻ തൂക്കുന്നതാണ് കാണോ നിനക്ക് I can take you all by myself. I need nobody. Let's go again. അല്ല പ്രവീണെ പോയാ? പ്രവീണെ ഹലോ. എടാ 2 എണ്ണം വാ അടച്ച് ഞാൻ ഇനി ആ ചാനൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തുള്ളത് മറ്റവൻ ഇറങ്ങി പോയെന്ന് തോന്നുന്നു. വീട്ടിൽ വന്ന് തൂക്കുന്നൊക്കെ പറയുന്നു. ആ വന്നവൻ ചീത്ത വിളിച്ചിട്ടാണ് മറ്റേ വാക്സിൻ്റെ അക്കൗണ്ട് അതേപോലെ സായി പോപ്പിയുടെ അക്കൗണ്ടൊക്കെ ബാൻ ആയതാ. അതാ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞേ വാടച്ച് മിണ്ടാതിരിക്കാൻ സ്ട്രൈക്ക് കിട്ടും എനിക്ക്. നീ ഒന്ന് നിർത്തറാ. എടാ ഇങ്ങോട്ട് വാ. ഇവന് ഈ ജിമെയിൽ എനിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് 9 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയോ എനിക്ക് കിട്ടിയത്. അവർ ഇനി തിരിച്ച് പിന്നെ സെറ്റ് ആക്കേണ്ടി വരും. അത്ര അവന്മാർ നല്ല പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ട്. ഒരുത്തന്നെ ചാനൽ സ്ട്രൈക്ക് ഡിസ്ലൈക്കും അൺസബ്സ്ക്രൈബും ചെയ്യല്ലേ മുത്തേ. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പ്രധാനം. നമ്മൾ ഇത്ര ഉള്ളു ഇതൊരു ഉദാഹരണം. നമ്മൾ എത്ര വലിയ നമ്മളെ ഫ്രണ്ട്സാണ് നമ്മൾ അടികൂടും. എത്ര വലിയ ചെറിയ ഫ്രണ്ട്സ് ആണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അവർ തമ്മിലുള്ള പിണക്കം തീരും. ഉദാഹരണം കണ്ടില്ലേ? അത്രേ ഉള്ളൂ ഇതൊക്കെ. അവനാ എൻ്റെ പിള്ളേരെ പ്ലക്കുന്നോടാ എൻ്റെ. അയ്യോ എന്നെ പ്ലക്കി അവൻ ചോദിച്ചതേ ഉള്ളൂ. സബ്സ്ക്രൈബറെ വന്ന് കാണിച്ചു കൊടുക്കടാ. യൂട്യൂബറിനെ തൊട്ടേൻ്റെ ഗദ് സബ്സ്ക്രൈബർ അത്രയുള്ളൂ. ഒന്നും കൂടെ 1v3 സുവിനെ ഇതെടുത്താ ഇജ്ജി കത്തും കേട്ടോ. നിന്ന് കത്തും. ടൈറ്റൽ എന്തായിരുന്നു കൊടുക്കാളിയാ? 3-4 വീഡിയോ ചേച്ചി ടൈറ്റൽ എന്തൊരു കൊടുക്കും നമ്മള്? എടാ മോൻ ഇവൻ ഇങ്ങനെ ഒരു ഇമോട്ട് അടിച്ചിട്ടല്ലേ എടാ അവൻ്റെ അണ്ണാക്കല്ല ഞാൻ 2 കളി അടിച്ച് പൊളിച്ചു കൊടുത്ത്. എന്നിട്ട് തീർന്നില്ലേ അവന്? എടാ എനിക്കൊരു കണ്ണ് മേടിച്ചാണോ? എടുക്കണം എടാ പോവല്ലേ അവൻ ഇമോട്ട് അടിച്ചതാണ്. സുവിനെ ഹലോ മൈക്കോണൊക്കെയാണ്. എടാ കളി പോലെ മുത്തേ നമ്മളെ സ്ക്വാഡിനാണ് അവൻ അത് ഇമോട്ട് അടിച്ചത്. അപ്പം ഇന്ന് റിവഞ്ച് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ആദ്യം തൊട്ടേ അവൻ തുടങ്ങിയതാ മുത്തേ ഇമോട്ട് അടിക്കുന്നേ. ഓ എൻ്റെ ഏതോ ഒരു എനിമി ആയിരുന്നു. ആ തോമസ് കിട്ടിയായിരുന്നെങ്കിൽ ക്യാൻസറാ സുവിൻ ബ്രോ.
എടാ അത് എവിടെ നിന്നാണോ എന്നെ അടിച്ചേ? പറയണേ അത് എവിടെ നിന്നാണോ ലക്കി എന്നെ അടിച്ചേ? എടാ സൈലുണ്ട്. ആ സുബിനിട്ട ഡൗണിന്റെ സൈഡിൽ എടുത്തിട്ടുണ്ട്. എടാ പറയണേ കളിവല്ലേ സുബിനെ അടിക്ക്. എടാ സുബിൻ ചത്തോ? സുബിനേച്ചി അടിയന്റെ ബൈസാബ്. ഓ എടാ ബായ് ഹെഡ്ഷോട്ട് അടിച്ചടാ. എടാ വിളിച്ചിന് ബായ്. എടാ ബായ് ചുമ്മാ എയിം ചെയ്ത് ഹെഡ്ഷോട്ട് അടിച്ച്. ബൈസാബ് ബ്രോ പ്ലീസ് ബ്രോ 1 round ബ്രോ പ്ലീസ് ബ്രോ. എടാ ഇമേറ്റ് ചതിക്കും ചില സമയം. ഓ ചതിച്ചു അവൻ നിന്ന് കുത്താണ് വരി. എടാ എന്തുവാടാ പറഞ്ഞ കേട്ടില്ല. ഹലോ ബ്രേണേ പോയാൻ. എടാ ആരും പോയില്ലല്ലോ. എന്തിനു പോയാൻ? എടാ നീയല്ലേ 5 മിനിറ്റ് എന്ന് പറഞ്ഞ അത് അവനാണോ? നീയാണോ 5 മിനിറ്റ് എന്ന് പറഞ്ഞ അവനാണോ? അല്ല ഇതിനകത്ത് ആരും 5 മിനിറ്റ് ഞാൻ ഇപ്പൊ വരണമെന്ന് പറഞ്ഞല്ല. നീ എവിടെ പോണ? 5 മിനിറ്റ് ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ റീസ്റ്റാർട്ട് അടിച്ചിട്ട് വരാം. ആ പോയിട്ടാ. കളിക്കാനൊന്നും പോകല്ലോ, ഇപ്പൊ എത്തും. ഇല്ല ഞാൻ വീഡിയോ ഓഫാക്കിന്ന്. നീ പെട്ടെന്ന് അടിച്ചിട്ടാ. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ട. അപ്പൊ നമ്മളെ വീഡിയോ ഇപ്പൊ തന്നെ ഓണാക്കുന്നേക്ക്. അങ്ങനെ വെച്ചാൽ മതി. നമ്മള് വീണ്ടും നമ്മളെ വീഡിയോ ഓഫാക്കിയിട്ട് എല്ലാരും പോയി. അങ്ങനെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലേക്ക്. മറ്റേ ഞാൻ ഈ ബായുടെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചോട്ടെ മാറി ശബ്ദം. പറ. കേക്കാം. എടാ നല്ലടാ. എനിക്ക് അപ്പൊ യൂട്യൂബ് ചാനൽ ഇടുമ്പോ സെറ്റായി. എടാ നൈസ്. എടാ ഞാൻ കണ്ട 110 ഡാം അത് നോക്കില്ല. എന്നിട്ട് ഈ കളി എടുത്തു ബ്രോ. എത്ര ഉള്ളു? ചുമ്മാ ചന്തം കാണാൻ വേണ്ടി ഫാർമർ ചുറ്റിയില് ഇപ്പൊ അവന്മാരുടെ ടീമാണ് ശരിയായ മറ്റേ ലോഡ് ഔട്ട്. കണ്ടോ 2 ചെകുത്താൻ, അതുപോലെ ഒരു കെ നടുക്ക് നിന്ന ആൾ. കെയുടെ ഒരു വട്ടത്തിനകത്തുള്ള ടീമേറ്റ്സ് എല്ലാം നിന്ന HP EP ആയിരിക്കും കിട്ടിക്കോളും. പിന്നെ മറ്റേ ഗ്ലൂ വാൾഡുമ്പോ കില്ലെടുക്കാനായിട്ട് പ്രോപ്പർ കേട്ടോ നമ്മളുണ്ടോ സ്കൈലറൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ പണ്ടത്തെ സാധനങ്ങൾ പണ്ടൊക്കെ സ്കൈലറും പറയുന്ന ആര് യൂസ് ചെയ്യുന്നു അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളെ കസ്റ്റം കളിക്കുമ്പോൾ സ്കൈലറിന് ഇടും. അവൻ്റെ ബ്രോ ഈസാണോ എൻ്റെ? ഹലോ ബ്രോ, ഈസി ബ്രോ പ്ലീസ് ബ്രോ. ഏതോനാ യാർ. ഹലോ ബ്രോ, മയിര് തള്ളയാ ഓടി. എടാ എന്ത് അവസ്ഥയാടാ പാവൻ്റെ ഈസ് കളഞ്ഞടാ ബംഗാളി മുത്തേ. എന്ത് മോശം ഇതൊക്കെയാ മുത്തേ. വേറെ പ്ലേയേഴ്സ് വന്നുള്ള കുഴപ്പം. നമ്മുടെ ടീം ഒരു ബംഗാളി നമ്മുടെ ടീമിനെ ഒരുമാതിരി അലമ്പാക്കാനായിട്ട്. എന്റെ സബ്സ്ക്രൈബർ അല്ലേടാ പോയി. പറയാനും പറഞ്ഞല്ലേ. ഇനി എക്സമേറ്റ് കോഡ് ഞാനായിരിക്കും. അപ്പൊ നമ്മളവിടെ നിന്ന് വിരമിച്ചാടേ. നീ ഇനി ലോക്കൽ ഏരിയയിൽ നീ അല്ല എക്സമേറ്റ് കോഡ്. കറക്റ്റ് കുമ്പല 190ന്റെ ഹെഡ് കൊടുത്തത് ഞാൻ.
അതൊക്കെയാണ് ബ്രോ മെയിൻ ഈഗോ. ഒരു ഗ്ലൂ ആയിട്ട് റഷ് ചെയ്യട്ടാ അങ്ങ്. എക്സമേറ്റ് ഗോൾ എന്തായാലും ഞാനായിരിക്കും ഇനി ഉറപ്പിച്ചോ നീ. നീ ലീഡർ ബോർഡ് നിനക്കില്ലല്ലോ ബ്രോ. ലീഡർ ബോർഡിൽ അടുത്ത സീസണിൽ എടാ എന്തുവാടാ നിനക്ക് ഗ്രോസ് വെച്ചനെ അടിച്ചിട്ട് വിട്ട്. ഇർഫാനെ നീ നോക്കി വെച്ചോ, അടുത്ത സീസണില് ആലപ്പുഴ എക്സമേറ്റ് 3-ാം സ്ഥാനം. എന്നാ ഞാൻ ഇന്ത്യയും കേരള കയറും എക്സമേറ്റ്. ആളെ നീ ആലോചിക്കണം, സീസൺ തുടങ്ങി വിത്തിൻ 10 അവേഴ്സിനുള്ളിൽ വെപ്പൺ ഗ്ലോറി വന്ന് ഇടുക്കിയിൽ 17-ാം സ്ഥാനത്തിനാണ്, 21-ാം സ്ഥാനത്തിനാണ് ഉണ്ടായിരുന്നു. വിത്തിൻ 10 അവർ 10 മണിക്കൂർ. മനസ്സിലായ 10 അവറായിട്ടുള്ള. അപ്പോഴേക്കും ഗരീന ഫ്രീ ഫയർ എല്ലാ കണ്ടിഞ്ഞ ലീഡർ ബോർഡും ഉണ്ടെന്ന്. കേരളം ജസ്റ്റ് മിസ്സിന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അതിൽ ഒരുത്തനുണ്ട് മുത്തേ, ഇടുക്കി ടോപ്പ് 1. അവ ഏത് സീസൺ റാങ്ക് അവൻ CS, അവന് പേരൊന്നും എനിക്കറിയത്തില്ല. അവൻ പക്ഷെ CS കളിക്കും. അവ എക്സാമേറ്റ് ഇടുക്കി ടോപ്പ് 1. ഇതുവരെ അവനല്ലാതെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇടുക്കിയിൽ അവനല്ലാതെ വേറെ ഒരുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല ടോപ്പ് 1. ബാക്കി 2 വരെ റാങ്ക് മാറി. പക്ഷെ ടോപ്പ് 1 അവൻ തന്നെ പിടിക്കും മുത്തേ. അവ ഹീറോയ്ക്ക് അടിച്ചില്ലെങ്കിൽ പോലും അവ ഇടുക്കി ടോപ്പ് 1. അതെങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവൻ കളി തോറ്റാലും അവൻ ഗ്ലിച്ച് ഉപയോഗിച്ച എല്ലാ എക്സമേറ്റ് കളിയും അവൻ എടുക്കും. എന്നിട്ട് അവൻ ഫുള്ള് സെറ്റായിട്ട് നിൽക്കും. എടാ റിവൈവ് ചെയ്യടാ അവനെ, പാഞ്ചത്തിനെ പോയിട്ട് ഒരുത്തുണ്ടാവും. എക്സമേറ്റ് ഗോഡ് എന്ന് പറയണ M1ന്റെ ചരിത്രം ഞാൻ തുടച്ചു നീക്കാൻ ഊൾഫെത്തി. മോനെ എടാ പ്രവീണെ സാധനം ഓണാക്കട്ടെ, ഞാൻ എക്സമിന്റെ സാധനം ഓണാക്കട്ടെ. അണ്ണന്റെ സാധനങ്ങൾ ഇപ്പൊ ഓണായി വരണ നീ കണ്ടോ? നിക്ക് ഞാൻ നേരത്തെ നീ എന്നെ സ്പെക്കിനിരുന്ന് പഠിച്ച പോലെ അടിക്കാം. ഈ സാധനം എൻ്റെ ഈഗോയിൽ തൊട്ടവൻ കളിച്ചു. ഈഗോ മൊത്ത എൻ്റെ ഈ ഊൾഫിൻ്റെ അടിയെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഹൈ ഡിവൈസിലായിരുന്നു കളിക്കണേന്ന്. 10,000-15,000 ഫോണിൽ കളിക്കുന്നവന്മാരാണ് നമ്മൾ. മനസ്സിലായോ? എനിക്ക് 2,000 രൂപയുടെ പാട്ട ഫോണിലാണ് ഞാൻ കളിക്കുന്നത്. കണ്ടോൻ ആ 2K വെറും 2,000 റുപ്യയുടെ സെക്കൻഡ് ഹാൻഡ് എന്ന ഫോണിലാണ് അവൻ കളിക്കുന്നത്. അവര് ഫസ്റ്റ് ഹാൻഡ് ഫോണൊക്കെ ഉണ്ട്, വേറെ കാര്യം അതിപ്പോൾ കയ്യിലില്ലെന്നേ ഉള്ളൂ. ഈ വർഷം ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ അടിച്ചാൽ മുത്തേ, അത് നമ്മളായിരിക്കും മുത്തേ. അത് ടോപ്പ് 1 നിൽക്കുന്ന പ്ലെയറിനേക്കാളും ഇതായിരിക്കും. കാര്യം നമ്മുടെ ഈ ഏജ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് റീജിയൻ ടോപ്പ് 1 ആയിരിക്കും. എടാ കേരള പിടി നമുക്ക് എന്തായാലും റീജിയനിൽ കയറാൻ പറ്റും. ടോപ്പ് 1 അടിക്കാൻ പറ്റൂല, അത് പാടായിരിക്കും. അത് ഹാക്കർ അല്ലെങ്കിൽ നല്ല ഫെയർ പുഷേഴ്സ്. അത് നമ്മളെ കൊണ്ട് എടാ ഇമോട്ട് അടിച്ചവനല്ലേ കിടക്കുന്നേ, അവനല്ലേ 2 കളി എടുത്തേ. എക്സമേറ്റ് ഗോഡ് ഇങ്ങോട്ട് പണ്ടേ സീന റിവെഞ്ച് കൊടുത്തിട്ടുണ്ട്. റിവെഞ്ച് ബ്രോ മുത്തേ, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഡിവൈസ്, ലോ ബഡ്ജറ്റ് ഡിവൈസിൽ കളിക്കുന്നവന്മാരാണ് നമ്മൾ, ചെറിയ പ്ലേസ്.
എൻ്റെ അക്കൗണ്ടിൽ വേണ്ട കുറച്ച് ഗൺ സ്കിൻസും കുറച്ച് എന്താ പറയുക റാങ്ക് വിഷയം നല്ല ഗൺ സ്കിൻസും കുറച്ച് ഇവോട്ട് ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ക അക്കൗണ്ടാണ്. ഓവറായിട്ടും ഇല്ല കുറച്ചിലായിട്ടും ഇല്ല, ഫുള്ള് പക്ക. വോൾഫിൻ്റെ അക്കൗണ്ടൊക്കെ ഓവറായിട്ട് വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ, ഒരു കുറച്ചിലും ഇല്ല. എൻ്റെ അക്കൗണ്ട് ചില ഗൺ സ്കിന്നൊക്കെ ശോകം, ചിലതിനില്ല. MP40 ഇനി മെയിൻ ശോകം. അതിൽ ഗ്രാൻഡ് മാസ് എന്തായാലും അടുത്ത റീജിയനിൽ ഞാൻ എന്തായാലും ബണ്ണി 40 ക്രേറ്റ് ഒരു 200 ഡയമണ്ട് ടോപ്പ് പോയി. ഓരോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീമിനെ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര ഉള്ളു. രവി ബൈ അടിച്ചു. എടാ ഗ്ലൂവാ ഞാൻ കൈ വിട്ടുതരാം. അയ്യോ പറയണേ എങ്ങനെയും വാ. സമ്മതിക്കാൻ പറഞ്ഞോണ്ട് കളിയോ അറ്റം കിട്ടാൻ സമ്മതിച്ചില്ല. പറയണ കളി പോവല്ലേ കളിയോ. അത്രേ വിളിച്ച് മച്ചാനെ, അത്ര ഉള്ള ഈഗോ ബ്രോ, ഈഗോ ഹെഡ്സ് കൈ. എൻ്റെ സ്ഥാനം അടിച്ചു മാറ്റി നമ്മളെ. മാക്സ് ബ്രോ. എനിക്ക് 2 കില്ലേ ഉള്ളൂ. എൻ്റെ കുറേ കില്ല് പോയടാ. എൻ്റെ ഒരു ട്രിപ്പിള് പോയി, 2-3 കില്ലൊക്കെ എൻ്റെ പോയി. 2 കില്ല് എടുക്കാൻ പറ്റി. കുഴപ്പമില്ല. 70 സ്റ്റാർ അടിച്ചു. എന്തൊരു മലയാളിയല്ല. 59 ലെവലില് ആളെ സൂര്യ വന്നിട്ട് അവൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ട് ഇറങ്ങിയാ പോലെ. ഈ ഗിൽഡ് നമ്മളെ സാത്താങ്കോട്ടെ ഗിൽഡ് തുടങ്ങാൻ വേറൊരുത്തിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ്റെ അടുത്തും കൂടെ ചോദിച്ചിട്ട് ഇറങ്ങാൻ. യൂട്യൂബ് എടാ ഒരവറായി നമ്മളെ വീഡിയോ. ഇതിപ്പോ ലൈവായി പോവല്ലോടെ. 20 മുത്തേ. അങ്ങനെ നമ്മളെ സ്ക്വാഡിൽ നമ്മുടെ സ്വന്തം വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സാക്ഷാൽ ജോക്കർ വന്നിട്ടുണ്ട്. അങ്ങനെ ജോക്കറിനെ ബ്രദർ പിന്നെ ഞമ്മളും ഇനി ഒരു മലയാളിയും കൂടെ മതി. അങ്ങനെ നമ്മൾ സ്ക്വാഡ് മലയാളി സ്ക്വാഡാവാറായി ഏകദേശം. ബ്രദർ ഇജ്ജി ആര്? ഐ ആം ലെജൻഡ് ബ്രോ. എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിന്റെ പേര് ഐ ആം ലെജൻഡ്. എടാ ഇതിനകത്ത് ഞാൻ അക്കൗണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങേർക്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെന്നത്. എടാ ലൈവൊക്കെ തുടങ്ങുമ്പോൾ അങ്ങേര് അക്കൗണ്ടിൽ നിന്ന് വല്ലോ കേറുന്നെങ്കിൽ വലിക്കും മുത്തേ. ആ എടാ ഈ അക്കൗണ്ടിനകത്ത് എങ്ങനെയെങ്കിലും അങ്ങേരെ മറ്റേ ഇതാക്കി കളയാനെടുത്തു. മൂവ്മെന്റ് ഇതൊക്കെ ബ്രോ. ഓ ജോക്കറ ഞാൻ ഇപ്പൊ വോയിസ് ഇട്ടിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണ. അണ്ണൻ്റെ ഒക്കെ വല്ല ഉണ്ടാടേ. അണ്ണൻ്റെ കൈസ് അത് മാസായി.
കണ്ടന്റ് ഉണ്ട്. നേരത്തെ ഞാൻ ഒരു ഏസ് എടുത്ത്. പിന്നെ നമ്മളൊരു 2v2 ക്രാഫ്റ്റ് ലാൻഡ് കളിച്ച കണ്ടന്റ് ഉണ്ട് 2 കളി. അടാ അല്ല അത് ഇട്ടാൽ അത് നീ ഇപ്പം തന്നെ ആലോചിച്ച് നോക്ക്. 1 മണിക്കൂർ 12 മിനിറ്റ് ഉണ്ട് എൻ്റെ വീഡിയോ. അല്ലല്ലേ കുറച്ച് അത്രയും ലോങ് വീഡിയോ ആരും ഇരുന്ന് അങ്ങനെ കാണൂല. അത് നീ ആലോചിക്കണം. പേടിക്കണ്ടെങ്കിൽ ഇവിടെ കൊമ്പ നേരത്തെ അടിച്ച സാധനം കേട്ടോ. അത് പാനല. ഇത് പാനലടിയ. ഒരു ബോഡി ഒന്നും തൊട്ടില്ല. ജോക്കർ അടിച്ചടി ഫുള്ള് തലയിൽ പൊളിച്ചു കളയുന്നുണ്ട്. മുമ്പേ എംടെ ലെവൽ 6 പ്ലെയർ. ഇപ്പൊ AK എന്തായാലും അവ AK മാക്സ് ആണെങ്കിൽ അവ AK മാക്സ് ഇങ്ങോട്ട് ഇടും. അല്ല AK പോയി ലെവൽ 6 ലെവൽ 7 ആയിരിക്കണം. പക്ഷെ കളിക്കാൻ കഴിയണം. എനിക്ക് MP5 ഇല്ല. അടുത്ത ആളിൽ ക്യാഡ് സ്കില്ല് മാറ്റി MP5 നീ പോയി എടുത്തിടണം. നീ പോയാ അടിക്കടാ അത്രേ ഉള്ളൂ. അപ്പാ ജോക്കറെ സാധനം കഴിച്ച് കളിച്ച് തുറന്നെല്ലാം ഫുൾ റെഡ് ആവും അല്ലേ മുത്തേ? സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ. പാവം ഒരു ചേട്ടൻ. അവൻ ഫെയർ ആയിട്ട് കളിക്കുന്നത്. യൂട്യൂബർ അവനെ അൺഫെയർ മോശമായിട്ട്. മറ്റേ നമ്മളെ ഓൾസിനെ ആരും സംശയിക്കില്ല കേട്ടോ. ഓൾസ് പക്ക ഫെയർ ആണ്. ഇപ്പൊ കേക്കാമോ? ഇനി കൂട്ടാ ഇല്ല മുത്തേ. ബണ്ണി MP40 ഗോൾഡൻ ഏഴാം. എനിക്ക് പെർമനന്റ് അടിച്ച് ബണ്ണി MP40. ചുമ്മാ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ അങ്ങനെ സാധനം കയറ്റി കളിക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെ. 2 ഉണ്ടേ നോക്കാം. ഉമ്മാരെന്തുവാണ് ഇത് ഫുൾ സാധനങ്ങൾ. എന്നാ പിടിയാണോ പിടിക്കുന്നേ? ശരിയായ പിടി. അവനാണ് എംടല്ലേ ചെണ്ട്. ഫ്രണ്ടിൽ കൂടെ ക്യാര അടിച്ചത് പ്രവീൺ പോലും ചിലപ്പോ വീഴുന്നു പോയാൽ അവൻ്റെ മുമ്പിൽ. അല്ലടാ അവൻ ശരിയായ പിടിയാടാ എംടല്ലേ. നീ പിറകി നടി റൗണ്ടോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അവൻ പേസ് എടുത്ത് ശരിയായ അടി അടിച്ചിരുന്നേ. അത് എന്നെ മറ്റേ ആടെ പിടിയാടി മറ്റേ ട്രിപ്പിൾ അടിച്ചത് ഡബിൾ സ്റ്റേക്കർ എടുത്ത് ഞാനാ നേരത്തെ മറ്റേ കളിയില്. ഓ അടാ അതോ BSK എടുത്ത് ഓടി വന്നത് ഒരുത്തനെ തല ചുമ്മാ വിളിച്ച്. രണ്ടാമത്തവൻ 150 എടുത്ത് പിന്നെയും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തവനെ അടിച്ച് നാലാമത്തൊരു 150 എടുത്തപ്പോഴേക്കും അവൻ എന്നെ കിട്ടി. ജോക്കറെ എടാ ജോക്കറ വന്ന് റിവൈവ് അടിക്കടാ. എന്ത് മോശം സ്വഭാവം. മോശം. ഒന്നാന്തരോ കയറി അടിച്ച്
അങ്ങനെ നമ്മുടെ ഏകദേശം വീഡിയോ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു പോയി. 1 മണിക്കൂർ 16 മിനിറ്റ്. നിന്റെ വീഡിയോക്ക് 1 മില്യൺ ആയാലോ? എന്താ പ്രവീൺ അല്ല കാട് പ്രവീണ എന്റെ വീഡിയോക്ക്. ഞാൻ പറയും കുത്തി അന്ന് നമ്മുടെ പ്രവീൺ മച്ചനല്ലേ കയറി കളിച്ച്, വേറെ ആരെങ്കിലും കയറി കളിച്ച് ലാഗ് പറയും. എല്ലാ ലൈവിൽ കൂടെ കേൾക്കാം. 1 മില്യൺ വ്യൂസ് അടിച്ച ഞാൻ പറയും 1 മില്യൺ വ്യൂസ് അടിച്ച് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കയറ്റിയാലോ. ഞാൻ ഒരു നല്ല അക്കൗണ്ട്, പ്രൈമേറ്റ് അക്കൗണ്ട് ഗീവ് അവേ എടുക്കും. പ്രൈം ഉള്ള ഒന്നുള്ള അക്കൗണ്ട് എനിക്ക് ഉണ്ടല്ല. ബ്രോ ആ പ്രൈം 5 നിനക്ക് ഓൾഡ്. ഞാൻ ഇടാ ആദ്യത്തെ വണ്ടിയിൽ. ശരി ആ ഇട്ടോ അടുത്ത. ഞാൻ ഓൾസോ കളക്ഷൻ ബസ്സസ് ആണേ. ഇല്ല അവസാനം ഞാൻ ഒരു വണ്ടിയില്ല, അത് നീ അന്ന് പിടിച്ചിരിക്കൂല. നീ ഇറേ. ഓ ഇല്ല അടുത്തടാ. മിക്ക ഒരു ശരിയായ ബണ്ടിലുണ്ട് എൻ്റെ കയ്യിൽ. ശരിയായ ബണ്ടിലാണത്. ഇതുണ്ടോ? ഇല്ല. അപ്പം 3-2 ഇഞ്ചിനുള്ള പവർ 3-3. വണ്ടിയിലായിരുന്നു. ഇല്ല. അപ്പം 3-4 ഇട്. അടുത്തില്ല. അതൊക്കെ പൊളിച്ചൂത്ത്. ഇതിലാ ഏത് വണ്ടിയിലിടൂടെ പറയടാ. നീയൊക്കെ ബ്രോ ഇനി എൻ്റെ ഒരു ശരിയായ ബണ്ടിലും ഇല്ല. നിക്ക് ഒരു ശരി. ഒരു ശരിയായ വണ്ടിയിലാണ്. ശരിയായ വണ്ടി. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് 4 അത് ഇട്. എത്ര? ഓ അപ്പൊ നീ ഇട അടുത്തത്. ഇപ്പം 4-4 ആവുവേ നീ ഇടുമ്പോ. എനിക്ക് 4 ആയി. ഞാൻ ഇട്ടു. എന്ത് ബ്രോ? എടാ നേരത്തെ 3 ആയോളൂ. എനിക്ക് 4 ആയി. ഇപ്പൊ ഒരു വണ്ടിയിൽ കൂടെ ഇട്ടപ്പോ എന്നാ ഈ ബണ്ടിൽ അവസാനം ആരാണ് ജയിച്ചത്? ഒഫീഷ്യൽ വണ്ടിയിൽ നീ ഇട്ടോ. എന്നാ പിടിച്ചോ. അത്ര ഇതാണ്. നീ എന്നാടാ ഇങ്ങനെ കാണിക്കുന്നു? അത്ര ഇതാണ്. നീ ഇതൊന്നും ഇട്ട് കാണിറാവേ. എന്നാ ഇതൊന്നും ഇട്ട് കാണിക്കിച്ചി. എത്രത്തോളം വണ്ടിയിലുണ്ടോ ഷോണിക്കാതെടാ. കുറുമ്പോത്തല്ല ചെമ്പോത്ത് കൊണ്ട് മാറിയില്ല. ഇജിന്റെ തല കുറുമ്പോത്തിന്റെ കടി. അവന്മാരോട് ആരാണ്ട് കടിയില്ലാത്തവന്മാര്. അതിനേക്കാളും വലിയ ഔറയിലെ ജോക്കർ. ഇതിലൊന്നും ഒരു കാര്യമില്ല. നീ ഉറപ്പിച്ച്
ഞാൻ ഇടാൻ പോണ ബണ്ടില് കാര്യമില്ല ഉറപ്പിച്ച്. ഓ അഥവാ നീ അത് കൊണ്ട് പേടിച്ച ഓ പേടിക്കൂലേ. നിനക്ക് ഇതിൽ ഒരു സാധനം പോലും ഓൾഡ് ആവൂല. നൈഡറേ ഈ ടീഷർട്ട് ഇതാണ് ഓൾഡ് ആവുക. ഇത് നോട്ട് റിട്ടേൺ ഈ ടീഷർട്ട് ഇതാണ് ഓൾഡ് ആവുക. ബ്രോ ഇതൊന്നും ഇല്ല എൻ്റെ ഇല്ല ബ്രോ. ഇതാണ് ഓൾഡ് ആവുക. പണ്ടത്തെ കിങ്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന വണ്ടിയിലാണ് ചേരാ. പണ്ടത്തെ കിങ്സ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഷർട്ട്. മറ്റവന്മാരെ കൂടെ വിളി, 2 മണ്ടന്മാര്. എന്നില്ലടാ ചക്ക വിളിക്കാം. ചക്ക ശരിയാ, ചക്കയ്ക്ക് വരെ കഴിവുണ്ട് ഒരു വെപ്പം ക്ലോറി അടിക്ക്. ഇങ്ങനെ അവിടെ കൊമ്പനും ഉണ്ട്, അവൻ്റെ ചേട്ടനുണ്ട്. 2 ഇറ്റ് വിളിച്ചാലും നമുക്ക് കണ്ടഞ്ഞിട. അവന്മാരെ നാണം കൊടുത്താ. വാ ഇപ്പൊ ശരിയായ കളിക്കാൻ നിൽക്കുകയാണ് നമ്മൾ. എടാ 2 ഇറ്റ് കളിക്കാം, 2 ഇറ്റ് കളിക്കാം. ലാഗിന്റെ കൈ ഈട് അങ്ങോട്ട്. ഞാൻ ഇല്ലേ ഇവിടെ മല പോലെ. ചേട്ടനും അനിയനും. അത് തന്നെ. ജോക്കർ ചേട്ടനും കൊമ്പൻ അനിയനും. അത് തന്നെ കറക്റ്റ്. നമ്മള് പണ്ടേ ചെയ്യുന്നേട്ടോ. ബ്രദേഴ്സ് ആണ്. വോൾഫ് ബ്രദറും ബൺമസ്ക. വോൾഫ് ചേട്ടനും ബൺമസ്ക അനിയനും. കൊമ്പൻ അനിയനും ജോക്കർ ചേട്ടനും. ബ്രദേഴ്സും അവിടെ കളിക്കാനുള്ളത്. അത് ഇത്തിരി കൂടി പോവില്ലേ? അവന് ചെറിയ കുഴപ്പമുണ്ട്. അപ്പം ജബ്ബാരി അങ്ങനെ ടോൾഫിന്റെ ഞാൻ അവിടെ ക്ലൂ ആയിട്ട് തട്ടും താളം കളിച്ചോണ്ടിരിക്കുകയാണ്. കൊമ്പൻ വിഷയമാണോ കൊമ്പ? ഓക്കാറാകുമ്പോ ഞാൻ എക്സമേറ്റ് എടുക്ക്. ചോദിച്ചു അല്ലടാ 3 അരിയന്റെ കിടിയെല്ലാം അടിച്ച് പൊളിച്ച്. കൊമ്പ സാധനമാണ് കേട്ടാ. സാധനം VS എന്തുവാടെ ഫെയർ VS അൺഫെയർ പ്ലേയേഴ്സ്. കൊമ്പ നീ മോശം കൊമ്പ. അത് തന്നെ ഇങ്ങനെ അടിച്ച് അപമാനിക്കില്ല. പിടിച്ച കായ് അങ്ങോട്ട് അടിയടാ കൊമ്പ. കൊമ്പ അനിയനെ തൊട്ടേന് ചോയറാ കൊമ്പ. പക്ഷേ കൊമ്പനല്ലേ പിള്ളേര്. ഊർഫേ അനിയനെ തൊട്ടേന് ചോദിച്ചോ. ചോദിക്കാൻ സമ്മതിച്ചില്ല അവൻ. ശരിയല്ല അവൻ. കൊമ്പാ ഇത് വിഷയാവേടാ. ഒരേ കൈ വിൽക്കും.
ഈശോയോ. കൊമ്പ കേറത് കൊമ്പനാണ് പോകുന്നത്. അടിയൊക്കെ ഇട്ട് കൊമ്പന്റെ ഞാൻ എന്റെ എടാ ഓരോരുത്തരൊക്കെ അടിക്കട്ടാ. കൊമ്പ ഇത് നീ എടുത്ത് നിനക്ക് ഓരോരുത്തരൊക്കെ അടിക്കട്ടാ. നീ ആ സൈഡിൽ നീ എന്തിനാടാ എന്നെ നോക്കുന്നേ? പോടാ, നീ ശരിയല്ല. നിന്റെ കണ്ണ് പതിഞ്ഞാല് അതിപ്പോ തീരെ അവനെ തീക്കോ തീക്കോ അയ്യോ കുട്ടിക്കൊക്കെ ശരി എന്നെ എന്താണ് എനിക്ക് കളിക്കാൻ പറ്റത്? ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടിരുന്നേ, ചുമ്മാ ഇങ്ങോട്ടിരുന്നേ. ആ അല്ലാ, യൂട്യൂബർ ആവുമ്പോ പിന്നെ അതിന്റെ ഒരു ഗെയിമിൽ കളിക്കണ്ടേ ബ്രോ? അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, അയ്യേ ബോട്ട് മറ്റവന്റെ അടിവാഴി ചത്ത് നീ ചാനൽ നിർത്തി പോടാന്ന് പറയും. ഒരു 2 റിവെഞ്ചെങ്കിലും കൊടുത്താലേ ചാനലിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അവന്റെ അടിയിലാണെങ്കിൽ സാധനം കയറ്റിയേ കളിയുന്നതാണ് കളിക്കുന്നത്. എന്തുവാടാ ഒന്നാമത് മനസ്സിലാ കൊമ്പ എന്നെ എടുക്കേ വരെ പറയും. കൊമ്പനല്ല ഒരു അരി ആരടാ സാരം കയറ്റി അത് വേണ്ടോ അങ്ങനെ അടിക്കരുത്. അവന്റെ ഇമോട്ട മറ്റേ ഇതൊക്കെ ഇട്ടാ മൂവ്മെന്റൊക്കെ ചത്തിക്ക് മിക്കാറുണ്ട്. അത് ഡബിൾ ഷോട്ട് അല്ലേടാ കൊമ്പ? വീണ്ടും ഡബിൾ ഷോട്ട് സിംഗിൾ ഷോട്ട് കേൾക്കുന്നത് ഡബിൾ ഷോട്ടിന്റെ പറയില്ല ലൈവായി പോയി. എന്തുവാണ് ഈ പണ്ണിന്റെ ചക്കൻ കേറിയിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്നു ആ ഞാൻ പിന്നെ സാരം കേട്ടാ പേരായിട്ട് കളിക്കാടാ. ഒപ്പോ അവന്റെ അടിയന്റെ അടി എന്റെ പൊന്നോ. അവൻ അപ്പൊ സാരമില്ലേ ബ്രോ? നമ്മളെ പേരാണ് ഇവിടുത്തെ. അവന്മാര് കളിക്കാൻ പറയണ സാരം അതൊക്കെ ചാലൊന്നും ഇത് റിപ്പോർട്ടൊന്നും ചെയ്തിട്ട് അക്കൗണ്ടൊന്നും ബാനാക്കി കളയരുത്. ആകെ നെറ്റിക്കുറ്റിയൊരു അക്കൗണ്ട് കൊണ്ട് ഞാനും കൊമ്പനി ജോക്കർ കള്ള സാധനങ്ങളെല്ലാം കേട്ടി നമുക്ക് അടിക്കുകയാണ് കള്ളതിച്ചാല് പോലെ കണ്ടാ പറയണ ഇല്ലെങ്കിൽ ഇങ്ങനെ പോടാ മുക്കുന്നുണ്ട് ഇപ്പൊ മുക്കുന്നുണ്ട്. ഡേടെ മാറാൻ പറഞ്ഞോണ്ടല്ലേ എന്തുവാടാ കൊമ്പ ഇങ്ങനെയൊക്കെ നീ കാണിക്കുന്നേ? നിന്നോട് മാറാനല്ലേടാ ഞാൻ പറഞ്ഞത്. തെറ്റാലേ
ഒരുത്തം വാടാ, എന്തു വാടാ ഇത് രണ്ടെണ്ണം ആക്കി. അടിച്ചത് കൊമ്പനാണ് നിന്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടത്. അത് ഇനി തരാം ഒരു റൗണ്ട് നിന്നെ വളഞ്ഞിട്ട് അടിക്കുന്നു. പണ്ട് നീ കേട്ടില്ലായിരുന്നോ ഞാൻ പറയണേ? ആടാ അവൻ പറഞ്ഞു ബണ്ണിന്റെ അടുത്ത് പോ. അല്ല കൊമ്പൻ പറഞ്ഞു. ഞാൻ അവന്റെ അടുത്ത് പറയാനുള്ളായിരുന്നു. സൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര പറഞ്ഞുന്നോ? 5 പറഞ്ഞില്ലടാ പണ്ടേ. ആടാ പക്ഷെ അവന് ചിലപ്പോഴൊക്കെ നീ പറയുന്നത് കേക്കാൻ പറ്റത്തുള്ളൂ. പടം അയനെ കൊമ്പൻ അവിടെ ഇവന്റെ ഞാൻ ചുമ്മാ ഇരുന്നപ്പോ കൊമ്പനാണ് കളി എടുക്കുന്നത്. യൂട്യൂബർ കൊമ്പനോട് വന്നാത്ത കൊമ്പൻ ചാവേണ്ടത്. പക്ഷേ കൊമ്പനല്ലടാ ഞങ്ങളുടെ കാത്താൻകോട്ട വിയർ എല്ലാവരും കളിയെടു നീ ഓണാ വീട് കളിയെടുത്ത് എവിടെ എടുത്തോണ്ടിരിക്കുന്നത്? ബണ്ണാണ് കളിയെടുത്തത്. ബണ്ണ് കിണ്ടി ബണ്ണിന്റെ പവറെല്ലാം പോയി. സത്യോടാ ഇപ്പൊ കൊമ്പനാടാ മീന്. വാടാളിയാ ഓരോരുത്തരായിട്ട് കേട്ടോ. പറ്റൂല എന്റെ അടുത്ത് പറയാതെ അടിച്ചോണ്ട് അടിച്ചു. കൊടുക്കല്ലേടാ മച്ചാനെ കൊടുക്കല്ലേ. കളിയെ കളി കൊടുക്കണ്ടേ? കൊടുക്കണ്ട, കളി അങ്ങ് എടുക്കാം നമുക്ക്. കൊടുക്കല്ലേക്കാ അത്ര ഉള്ളു കളാ. കൊമ്പ ഒന്ന് ചാടാ കൊമ്പ നീ ഇങ്ങനാണ്. എന്താ അങ്ങനെ അനിയനെ കിട്ടുമ്പോ കൂട്ടുകാർ എന്നൊരു വേണ്ടാന്ന് വളരെ അല്ല കുടുംബത്തിൽ ഇവർക്ക് ഏതോ അനിയനായി. പ്രവീന്റെ സാധനം ഓണായി. അനിയന്റെ സാധനം ഓഫ് ആവുമ്പോ ചേട്ടന്റെ സാധനം ഓണാവും. ചേട്ടനും അനിയന്റെ സാധനം ഓണാക്കി കളിക്കുന്നു. സമയം 6:36 ദജ്ജാലികളെ. ഇതുവരെ എടുക്കല്ലേ അളിയാ കൊടുക്കല്ലേക്കാ. കത്തറ ഉള്ളു ഇക്കാരെ പറ അരിയനെ ചെറിയ ഇവിടെ പ്ലാക്കിയത് അത്രേ ഉള്ളു. അരിയന് ചാട്ടി വിജയകരമായി ഇനിയും ചെന്ന് അടിച്ചിട്ടുണ്ട് നമ്മുടെ സ്കോഡ് ടീം കള്ളപ്പുറം. ഞാൻ പോയേക്കുവാ. ഞാൻ കളി നിർത്തി പോവാ. നാളെ കയറാം. നാളെ കയറാടാ. പറ ആരെ പൊട്ടിക്കണക്കുന്ന കല്യാണി സബ്സ്ക്രൈബർ വന്നു. അവന്മാർക്ക് നല്ല കിട്ടിയിട്ടുണ്ട്. ആ കൊമ്പനൊക്കെ നല്ല കിട്ടി.
മേരെ സബ്സ്ക്രൈബർ. എടാ ഇർഫാനെ, പറ പറ. ആ കൊമ്പനൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട്. കൊമ്പനെ ഞാൻ അടിച്ചൊക്കെ ഉണ്ടായിരുന്നു. അളെ എന്റെ സാധനം എങ്ങനെ ഉണ്ട്? എന്റെ സാധനം അടി എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറയണ്ടേ, ആ ഞാൻ ഇത് അവസാനത്തെ റൗണ്ട് ഇവനെ അടിച്ചില്ലേ, ആ ഇവനെ അവസാനത്തെ മുമ്പിലത്തെ റൗണ്ട് ഇവൂടെ അവരെ ഞാൻ എത്ര കളിച്ചിട്ടല്ല ആ കൊമ്പനെ. പക്ഷെ ആ 2 റൗണ്ടിൽ ഇവന്റെ തലയിലല്ലേ ഇത് ലോക്കായത്. പിന്നെ അല്ലടാ തലയിലല്ലേ ലോക്കായത്. പിന്നെ ഇത് ഞാൻ അടിച്ചത് ആ കൊച്ച്, പക്ഷെ ഇവര് കൊണ്ടത് ഇവന്റെ തലയ്ക്ക്. പക്ഷെ രണ്ടാമത്തെ കളി അങ്ങനെയല്ല, രണ്ടാമത്തെ കളി അടിച്ചത് മതില് കൊണ്ടത് ഇവന്റെ തലയ്ക്ക്. കൊമ്പനെയൊക്കെ എടുത്തിട്ട് ഏതാടി? എടാ യൂട്യൂബർ ബ്രോ, പറ. രണ്ട് സബ്സ്ക്രൈബേഴ്സ്. USB വരുന്ന ഹെഡ്ഷോട്ട് മിക്കവാറും ചാനലൊക്കെ കൂട്ടി പോകുന്നു. എന്റെ മോനെ, എടാ അമാൻ ഗെയിമിംഗ് ഇല്ലേ? അമാൻ ഗെയിമിംഗ് എടാ അമാൻ ഗെയിമിങ്ങിന് ഞാൻ ഈ കളി എടുത്ത് മാസം കളിക്കണേ. ഈ കളി പോയി എടുക്കണേ. അവൻ വെപ്പൺ ഗ്ലോറി ഇട്ടമായിരിക്കും പറയാൻ പറഞ്ഞല്ലേ? ആര്? അല്ല അവൻ വെപ്പൺ ഗ്ലോറി എന്തിനാ? ഓ അവന്റെ ഷോ ആണ് ഇർഫാന്റെ ഷോ. ഇടുക്കി ഇർഫാനെ ഒരു കാലത്ത് നിന്നെക്കാൾ കൂടുതൽ വെപ്പൺ ഗ്ലോറി അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന പ്ലെയർ ആയിരുന്നു ഞാൻ. ഏതക്കൗണ്ടില്? ഓ ആടാ പീണായില്ലോ 39 സ്ഥാനം 9 ഒറ്റ ദിവസം കൊണ്ടാക്കിയതാര്? അത് നീ പറ. 39 സ്ഥാനം 9 സ്ഥാനത്ത് കയറിയതാണ് ഇടുക്കിയില്. ആര് കയറ്റിയത്? ഞാൻ കയറിയത്. എന്താടാ ഞാൻ അല്ലേ 50 സ്റ്റാർ 89 ആക്കിയത് മുത്തേ. നീ എന്തോടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അളിയ നീ പറയണാണ്, നീ രണ്ടാമത്തെ പ്രാവശ്യമാണ് നീ നമുക്ക് കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ഒരു പ്രാവശ്യം നിനക്ക് അക്കൗണ്ട് തരുന്നതിന് മുമ്പേ, അതിന് മുമ്പേ ഞാനായിരുന്നു 9 സ്ഥാനം കയറ്റിയത് അക്കൗണ്ടില്. അതെങ്ങനെ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബറെ? സാധനമായിരുന്നു. അതിപ്പോ കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞ് മതി തലക്കട്ടെ. എവിടെ അവയുടെ അയ്യോ തോന്നില്ലാത്ത മുടിഞ്ഞു പോവും. യൂട്യൂബറിനെ കിട്ടിയല്ല അവടി ചിളക്കി തന്ന്. അളിയോ എടുക്കണം അളിയോ എന്റെ ഏസ് ഞാൻ. എടാ നീ എന്ത് എന്റെ കില്ല് പോടാ. നീ കില്ല് കുമ്മല്ലേ പറയണ നോക്കണം. എന്താ ഇങ്ങനെ ആയിപ്പോയി. എടുക്കണേ പോലെ ഇപ്പൊ എടാ ഏകദേശം 2 hours ആവടാ. 2 മണിക്കൂർ തികച്ചാവാറായി നമ്മളെ വീഡിയോ. ഞാൻ അവനെ മര്യാദക്ക് അടിക്കാൻ നോക്കിയത്. അവന്റെ ലീല ക്യാരക്ടർ. യൂട്യൂബർ ഇട്ടിരിക്കുന്ന ഷോ അയച്ചാ. എടാ നിനക്കൊണ്ടല്ല. നിനക്കേ ഞാൻ അത് ഒരു 65 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴേ ഈ ഷോ നിനക്ക് ഞാൻ അയച്ചുതരാം. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരടുത്തേക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സെറ്റ് 65 നിനക്ക് സ്പോട്ട് ചെയ്ത് തരും. സെറ്റ്
2 ആഴ്ച മതി. ഞാൻ 61-ലാണെങ്കിൽ 100 ആണെങ്കിൽ ആക്കി തരും. സബ്സ്ക്രൈബർ അത് തന്നെ ബ്രോ, ശരിയായ സബ്സ്ക്രൈബർ. ഇതേപോലെ എല്ലാ യൂട്യൂബറിനും ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും മുത്തേ. സത്യം വിടാ, അത്ര ശരി. സത്യം വിടാ, ഫിനിഷ് ആക്കിയെടുക്കാണ്. കൊള്ളാടാ ഇരിപ്പാനെ, കൊള്ളാം. എന്റെ കില്ല് വരെ പൊങ്ങി. അളിയ ഞാൻ അത് വിൻചാക്ക അടിച്ചോണ്ടിരുന്നല്ലേടാ അവ. എന്റെ ഒരു എയ്സ് പോയില്ല, നീ പറ. ഒരു കില്ല് നീ കുമ്മിയിട്ടുണ്ടായിരുന്നു. വായി ശരിയായ അടി കേട്ടോ വിജസ്റ്റർ. എത്ര സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പൊ 20 ഉണ്ടോ? നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 21 കാണും. ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്യാം. ഞാനേ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്മാരടുത്ത് പറയാം സബ്സ്ക്രൈബ് ചെയ്ത്. കുറെ ജിമെയിൽ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബ് ആവുമോ? ആവണാളിയാ. ഞാൻ തന്നെ അങ്ങനെ, എനിക്ക് അങ്ങനെ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കയറ്റിയിട്ടുണ്ട് ഇപ്പൊ. അല്ല നീ എടുത്തു വേണം അവിടെ ഒരെണ്ണം. നിനക്ക് കളിക്കാണ്ടാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ അത് എടുക്കാതെ വന്നത്. അല്ലെ സ്കാർ എടുക്കാതെ, എനിക്കിപ്പോൾ സ്കാർ 1 GB എടുക്കാൻ പറ്റില്ല. 2 GB കളഞ്ഞില്ലെന്ന് ക്യാഡ് എടുക്കണം. അങ്ങനെ എടാ സോനു വൈറ്റ് തന്നെ ഇതേപോലെ യൂട്യൂബർ ഉണ്ട്. അവൻ്റെ പ്രൈം 4 അക്കൗണ്ട് ഉണ്ട്. പക്ഷെ അവൻ്റെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ അവൻ ഇതേപോലെ 11,000 ഡയമണ്ടാണ് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തത്. എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുമോടാ. എത്ര ചെറിയ യൂട്യൂബേഴ്സാണ് ഒരു ചങ്ക് സബ്സ്ക്രൈബ്. എടാ എന്തോടെ വാളയൊക്കെ അതെങ്ങനെയാടാ അവൻ അടിച്ചു കൊണ്ടാ പിന്നെ. എടാ പോടാ സാധനമാടാ അവൻ. മണ്ട അളിയ അവൻ ഇനി വാളയാക്ക് മറ്റേ ക്യാറ്റ് എടാ എടാ അവൻ കേറി വന്ന എന്നെ അവൻ മറ്റേ മോക്കോ മറ്റേ മോറസ് ക്യാരക്ടർ ഉണ്ടല്ലോ. റിവെഞ്ച് കൊടുത്താലോ കൊമ്പൊരു ശീകാളി വയറ് നിറച്ച് കിട്ടിയാട്ടാ. പ്രവീണേ എടാ കൊമ്പന് ആ ജോക്കറിനൊരു ഇതുണ്ട്. ഞാൻ എപ്പോഴും ബോട്ടായിട്ട് കളിക്കുന്ന ഇത് അറിയാലോ എനക്ക്. ജോക്കറിനത് മാറി കിട്ടി. ആ കടി അവന്റെ കടിയായിരുന്നു. കൊമ്പനെ മാറ്റി കൊമ്പനെ മാറ്റിയിട്ട് ജോക്കർ അവിടെ കയറി എന്നെ അടിക്കാൻ. ജോക്കറിനൊക്കെ ചുമ്മാ പണി കിട്ടി. ജോക്കറിനെ ഒരടി തൊട്ടില്ലല്ലോ. ജോക്കറിനെ കൊമ്പനാകെ അടിച്ചത്. ജോക്കർ വന്നാ ജോക്കർ തീരും. ഞാൻ സ്വിച്ച് ചെയ്ത് അടി. എടാ ഇതുവരെ ചാർജ് കയറിയില്ല കേട്ടോ ഫോണിൽ. എത്ര നേരം കൊണ്ട് വെച്ചിരിക്കുന്നു. ഫോണ് തിളക്കി. ചാർജർ പൊട്ടി തിളക്കുന്നു. തറ ഉള്ള മുത്തേ എൻ്റെ മോനെ. അയ്യോ ബായത്ത് ഇവൻ നീ അല്ലേടാ എന്നെ നേരത്തെ അടിച്ചത്. അടവിളി എടുത്തോ. എനിക്ക് MP40 കിട്ടിയോ. എന്റെ ബണ്ണി ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഓർത്തില്ല അത്. ബണ്ണി എനിക്ക് ബണ്ണി എടാ ചുറ്റിയാല് വേണോ എന്തിനെങ്കിലും പൈസ.
നിങ്ങൾ എത്ര നേരം കളിച്ചോണ്ടിരുന്ന? ആടാ ഞങ്ങൾ എത്ര നേരം വീഡിയോ ഇപ്പൊ 2 മണിക്കൂർ ആവാറായി വീഡിയോ. നീ നിന്നിരുന്നേ കേടാ, ഇവൻ നിന്നേ പക്ഷെ ട്യൂറ്റ് കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ക്രാഫ്റ്റിലായാലും നല്ല നല്ല കുറച്ച് അനുഭവങ്ങളുണ്ടായി. ഇന്ന് കളി ബാനില് എന്നെ നാളെ എങ്ങനെ കളിക്കാൻ പറ്റണേ. ഞാൻ ഇമോട്ടില്ല, നിന്നെ പ്ലക്കണ ഞാൻ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഓ ഞാൻ എന്താ തൊട്ട് സൈഡിലല്ലേ നിന്നത് നിന്റെ. ചായ കുടിച്ചില്ല ചൂടാങ്ങളെ. മോനെ അവന്റെ ലാസ്റ്റ് പറയണ അവനെ ഹെഡ്ഷോട്ട് അടിച്ചാലോ നമുക്ക്. അവനെവിടെ പ്രവീൺ പറയുന്നു എന്നെ അവനെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറയുന്നു. അവനെവിടെ മറ്റേ പൊടിക്കാറൊക്കെ അടിക്കാൻ പറ്റിയില്ലാവേ. ഇമോട്ട് തന്നെ അടിച്ചില്ലേ അവൻ. ഓ ഇതിന്റെ പേര് ഹെഡ്ഷോട്ട് അല്ലെങ്കിൽ അവൻ അടിക്കാൻ പറ്റില്ല. അവൻ എന്നെ കൊല്ലും. ഞാൻ എന്ത് ചാവണോ അവന്റെ ഇടയിൽ ഇനി. അതിന്റെ ഇടയിൽ നമ്മളങ്ങ് ആക്കി കള്ളച്ചെറുക്കൻ. അമ്മയ്ക്ക് കൊടുത്ത് അമ്പൂര് അമ്മയ്ക്ക് കൊടുത്ത എന്താ അണ്ണനൊക്കെ കൊടുക്കണ. എനിക്ക് ലെജൻഡിലാണ് ഡ്രോപ്പ് എടുക്കണേ. നിനക്ക് ലെജൻഡ് ആണോ? ഇപ്പൊ ആണെങ്കിൽ ഇട്ടുതരാം ജിമെയിൽ. അയ്യോ ചായ ചൂടങ്ങളെ. എടാ നീ ഒരു അങ്കളെടുത്ത് അല്ലേടാ കാര്യം പറയുന്നേ, 2 വട്ടം പറയണോ ചൂടങ്ങളെന്ന്. അവൻ ബായി എഴഞ്ഞ് എന്നോട് ചോദിക്കുന്നു, എന്നോട് യാചിക്കുന്നു അവൻ. ഞാൻ പൊക്കൂല അവൻ, അത് യാചിക്കാൻ പാടില്ല. അത് വളരെ മോശം. അയ്യോ സുഖനെ നോക്കളെ എടുക്കാൻ പറ്റും. ഏടവിടെയും കുറച്ച് കാര്യം. അയ്യോ പോച്ച് എടാ ഏടവിളെ വേണ്ടായിരുന്നു കേട്ടോ. രണ്ടവർ അടിക്കാറായി മുത്തേ. വീഡിയോ 49 മിനിറ്റ്. സുബിനെ ഹലോ കേക്കാമോ? എന്തോടാ അവൻ ഓഫ്ലൈൻ ആയത്? അവൻ ഓഫ്ലൈൻ ആവേണ്ടത് ഇല്ലല്ലോ. ഞാൻ പറയാനുള്ളതാണല്ലോ.